എല്ലാവർക്കും നമ്മുടെ ആദ്യത്തെ ക്ലാസ്സിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്നുള്ള സബ്ജക്റ്റ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഒരു റിവിഷൻ ആയിട്ട്, എക്സാം ഓറിയന്റഡ് ആയിട്ട്, വളരെ ഡീറ്റെയിൽ ആയിട്ട്, രണ്ടും മിക്സ് ആട്ടോ. റിവിഷൻ ആണ്, കംപ്ലീറ്റ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പോകാൻ പറ്റൂല, എങ്കിലും അത്യാവശ്യം നമ്മൾ പറയുന്ന ഭാഗങ്ങളൊക്കെ മാക്സിമം നിങ്ങൾ കറക്റ്റ് ശ്രദ്ധിക്കുക. ആദ്യമായിട്ട് ഞാൻ സിലബസ് ഒന്ന് പരിചയപ്പെടുത്തുകയാണ്. ഇതാണ് നമ്മുടെ സിലബസ് കേട്ടോ. എന്റെ സ്ക്രീന് വോയിസ് ഓക്കെ അല്ലേ? ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്താണ്. നിങ്ങളുടെ എന്ത് ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് കമന്റ് ചെയ്താൽ മതി കേട്ടോ. സ്ക്രീൻ വോയിസ് ഓക്കെ, റെഡിയാണ്. യെസ്, നമ്മുടെ ഈ ഒരു സബ്ജക്റ്റില്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന സബ്ജക്റ്റില് ടോട്ടൽ കറക്റ്റ് ശ്രദ്ധിച്ചോളിയേ, 4 ബ്ലോക്കുകളായിട്ടാണ് നമ്മുടെ സിലബസ് വരുന്നത്. 4 ബ്ലോക്ക് കേട്ടോ. അതിൽ ഫസ്റ്റ് ബ്ലോക്ക് ബേസിക്സ് ഓഫ് ഡിജിറ്റൽ മാർക്കറ്റിംഗ്. ഓരോ ബ്ലോക്കിൽ 2 യൂണിറ്റ്, അഥവാ ടോട്ടൽ 8 ചാപ്റ്റേഴ്സ് ഉണ്ട്, 4 ബ്ലോക്കും. ഫസ്റ്റത്തത് ബേസിക്സ്, ഡിജിറ്റൽ മാർക്കറ്റിംഗിന്റെ ബേസിക് കാര്യങ്ങൾ പറയുന്നതാണ്. അതിൽ ഫസ്റ്റ് അതിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ. രണ്ടാമത്തെ ചാപ്റ്റർ ടൈപ്സ്. ഈ ടൈപ്സ് ആയിരിക്കും ഉറപ്പായിട്ടും ഒരു എസ്സേക്ക് ചോദിക്കുക കേട്ടോ. പിന്നെ രണ്ടാമത്തെ ബ്ലോക്ക് വെബ്സൈറ്റ് പ്ലാനിങ് ആൻഡ് അനാലിസിസ്. അതിൽ എങ്ങനെയാണ് നമ്മളൊരു വെബ്സൈറ്റ് അത് പ്ലാൻ ചെയ്യുന്നത്, അതെങ്ങനെയാണ് കൃത്യമായിട്ട് അനലൈസ് ചെയ്യുന്നത്, അതാണ് സെക്കൻഡ് ബ്ലോക്ക് വരുന്നത്. തേർഡ് ബ്ലോക്ക് സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ എന്ന് പറയും. അതിൽ എന്താണ് സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ, അതാണ് ഫസ്റ്റ് ചാപ്റ്ററിൽ പറയുന്നത്. പിന്നെ അതിലെ സ്ട്രാറ്റജീസും ടെക്നിക്സും. ദെൻ നാലാമത്തെ ബ്ലോക്ക് സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ്. അല്ലെ, ഇപ്പോഴത്തെ ഏറ്റവും ട്രെൻഡായുള്ള സാധനമാണ്. അപ്പോൾ നമ്മളിപ്പോ ഒക്കെ പറയുമ്പോൾ ഒരുപക്ഷെ നിങ്ങളൊക്കെ ഡ്രസ്സുകളും ഫുഡും എല്ലാം മെജോറിറ്റി ഐറ്റംസും വാങ്ങുന്നത് സോഷ്യൽ മീഡിയ കണ്ടിട്ടായിരിക്കും അല്ലെ. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് എന്താണ്, അതിന്റെ രൂപങ്ങൾ ഏതൊക്കെയാണ്, ഇത്രയാണ് നമ്മുടെ ടോട്ടൽ ബ്ലോക്ക് അല്ലെങ്കിൽ സിലബസ് ആയിട്ട് വരുന്നത്. ഇനി നെക്സ്റ്റ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ ആണ്, അഥവാ ഫസ്റ്റ് ബ്ലോക്കിലെ ഫസ്റ്റ് ചാപ്റ്റർ. ഇന്ന് ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് ഈ ഒരു ചാപ്റ്റർ മാത്രം നമ്മൾ ഡിസ്കസ് ചെയ്തിട്ട് തൽക്കാലം നമ്മുടെ ഇന്നത്തെ സെഷൻ വൈൻഡപ്പ് ചെയ്യും. ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് കേട്ടോ. നാളെ മുതൽ കുറച്ചധികം നമ്മൾ ക്ലാസ് എടുക്കും. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ ബ്ലോക്കിലെ ഫസ്റ്റ് ചാപ്റ്റർ ബേസിക്സ് ഓഫ് ഡിജിറ്റൽ മാർക്കറ്റിംഗ്, അഥവാ ഡിജിറ്റൽ മാർക്കറ്റിംഗിന്റെ ഒരു ബേസ് അല്ലെങ്കിൽ ഒരു എന്താ പറയാ, അതിനെ കുറിച്ചൊന്ന് മനസ്സിലാക്കണം. ആദ്യമായിട്ട് നമ്മളെ നോട്ടൊക്കെ അവിടെ വെക്കട്ടെ, എല്ലാവരും കറക്റ്റ് നോക്കുക. ക്ലാസ് സ്റ്റെക്ക് വരുന്നുണ്ടോ? ഒന്ന് കമന്റ് ചെയ്താണ്. സ്റ്റെക്ക് ഉണ്ട് അല്ലേ? ഓക്കെ, ഒറ്റ മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യും. ഒന്ന് ചെക്ക് ചെയ്യട്ടെ കേട്ടോ. ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യട്ടോ, ഒന്ന് വെരിഫൈ ചെയ്യട്ടെ. ഓക്കെ, ഇപ്പൊ ക്ലിയർ ആണോ? വോയിസ് ക്ലിയർ ആണോ നോക്കിയേ? ഓക്കെ ആണല്ലേ? യെസ്, ഞാൻ സ്ക്രീനും കൂടെ ഒന്ന് ഷെയർ ചെയ്യട്ടെ, എന്നിട്ടൊന്ന് പറയുന്നുണ്ട് കേട്ടോ. ഇപ്പൊ എന്റെ സ്ക്രീന് അതുപോലെ തന്നെ വോയിസ് ക്ലിയർ ആണോ? ജസ്റ്റ് ഒന്ന് പറഞ്ഞോളൂ. ഓക്കെ ആണോ? ഓക്കെ ആണ് അല്ലേ? ഓക്കെ, റെഡി. അപ്പൊ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. അപ്പൊ നമ്മൾ പറഞ്ഞത് ഫസ്റ്റ് ബ്ലോക്കിലെ ഫസ്റ്റ് ചാപ്റ്റർ ആണ് ബേസിക്സ് ഓഫ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയും. ഡിജിറ്റൽ മാർക്കറ്റിംഗിന്റെ ബേസിക്. അതിൽ ആദ്യമായിട്ട് അതിന്റെ ആ ഒരു ഐഡിയ കിട്ടാൻ വേണ്ടി ഞാൻ ഒരു കാര്യം പറയാണ്. മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാല് ശ്രദ്ധിച്ചോളിയെ, നമ്മുടെ ഒരു കാര്യം ആളുകളിലേക്ക് എത്തിക്കുക, അതാണ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. ഒരു ഉദാഹരണം, ഇപ്പൊ നമ്മൾ ഈ ഒരു ക്ലാസ് ഇത് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവുക പലപ്പോഴും വാട്സപ്പ് ഗ്രൂപ്പിലൂടെ അല്ലെ, അപ്പൊ അല്ലെങ്കിൽ ഫ്രണ്ട്സിലൂടെ, അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് ഞാൻ ഒരു വോയിസ് അയച്ചിട്ടുണ്ടായിരുന്നു, അത് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും. അല്ലെങ്കിൽ ഇതിന്റെ ഒരു പോസ്റ്റർ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഒരു ടെക്സ്റ്റ് മെസ്സേജ് കണ്ടിട്ടുണ്ടാവും അല്ലെ. അപ്പൊ ഈ ഒരു ക്ലാസ് എടുക്കുന്നു എന്നതിനെ കുറിച്ച് മാർക്കറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിനെ ബാക്കിയുള്ള ആളുകളിലേക്ക് എത്തിക്കുക, അതാണ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മളൊരു വാട്സപ്പില് അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റയില് ഒരു പോസ്റ്റ് ഇടുന്നത്, ഒരു റീൽ ഇടുന്നത്, അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റുമായി ബന്ധപ്പെട്ട പോസ്റ്റർ കൊടുക്കുന്നത്, എല്ലാം എന്താണ്? മാർക്കറ്റിംഗ് ആണ് അല്ലെ. ആ മാർക്കറ്റിംഗില് ഡിജിറ്റൽ ടെക്നോളജിയും കൂടെ യൂസ് ചെയ്താൽ അതെന്തായിട്ട് മാറി? ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആയി. അപ്പോ വാട്ട് ഈസ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ സിമ്പിൾ ആയിട്ട് നമുക്ക് പറയാം, അപ്ലിക്കേഷൻ ഓഫ്, കണ്ടോ,
അല്ലെ? ഇതൊന്നും വേണമെങ്കിൽ നോട്ട് ചെയ്യാം. അപ്ലിക്കേഷൻ ഓഫ് ഡിജിറ്റൽ ടെക്നോളജി. എന്താ ഈ ഡിജിറ്റൽ ടെക്നോളജി പറഞ്ഞാൽ അതിൽ നമ്മൾ ഇന്റർനെറ്റ് ഉണ്ടാവും അല്ലെ, നമ്മുടെ മൊബൈൽ ഉണ്ടാവാം, ലാപ്ടോപ്പ് ഉണ്ടാവാം, കമ്പ്യൂട്ടർ ഉണ്ടാവാം അല്ലെ, ടാബ് ഉണ്ടാവാം. എന്തൊക്കെ ഡിജിറ്റൽ സാധനങ്ങളാണോ നമ്മൾ യൂസ് ചെയ്യുന്നത് കംപ്ലീറ്റ് അവിടെ വരും, ഡിജിറ്റൽ ടെക്നോളജിയിൽ വരും. അപ്പോ ഡിജിറ്റൽ ടെക്നോളജി അപ്ലൈ ചെയ്യുക എവിടെ? ഇൻ ദ ഫീൽഡ് ഓഫ് മാർക്കറ്റിംഗ്. സിമ്പിൾ ആയിട്ട് ഇങ്ങനെ നമുക്ക് പറയാം. അപ്പോ ഡിജിറ്റൽ ടെക്നോളജി മാർക്കറ്റിംഗിൽ അപ്ലൈ ചെയ്യുന്നതിനെയാണ് എന്ത് പറയാ? ഡിജിറ്റൽ മാർക്കറ്റിംഗ്. അപ്പൊ ഈ വാക്ക് തന്നെ നമുക്ക് കിട്ടണം കേട്ടോ. ഒരു ഷുവർ ക്വസ്റ്റ്യൻ ആണ്, 2 മാർക്കിന്റെ ചോദ്യം. വാട്ട് യു മീൻ ബൈ ഡിജിറ്റൽ മാർക്കറ്റിംഗ്? അപ്പൊ നിങ്ങൾ പറയണം അപ്ലിക്കേഷൻ ഓഫ് ഡിജിറ്റൽ ടെക്നോളജി ഇൻ ദ ഫീൽഡ് ഓഫ് മാർക്കറ്റിംഗ്. ഐ റിപ്പീറ്റ്, അപ്ലിക്കേഷൻ ഓഫ് ഡിജിറ്റൽ ടെക്നോളജി ഇൻ ദ ഫീൽഡ് ഓഫ് മാർക്കറ്റിംഗ്. അതാണ് സിമ്പിൾ ആയിട്ട് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഫസ്റ്റ് ബ്ലോക്ക്, ഇത് ഫസ്റ്റ് ബ്ലോക്കിന്റെ പേരാണ് ബേസിക്സ് ഓഫ് ഡിജിറ്റൽ മാർക്കറ്റിംഗ്. അതിലെ ഫസ്റ്റ് യൂണിറ്റ് ആണ് ഇൻട്രൊഡക്ഷൻ ടു ഡിജിറ്റൽ മാർക്കറ്റിംഗ്. ഇനി നമ്മൾ ചാപ്റ്ററിലേക്ക് കയറാണ്. ആദ്യമായിട്ട് നമുക്ക് പറയാനുള്ളത് വാട്ട് ഈസ് ഡിജിറ്റൽ മാർക്കറ്റിംഗ്. വെരി ഇമ്പോർട്ടന്റ് ആണ്, ഉറപ്പായിട്ട് 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അപ്പൊ അതിന് സിമ്പിൾ ആയിട്ട് ഞാൻ പറഞ്ഞ ഒരു കാര്യം പറഞ്ഞാൽ എന്ത്? അപ്ലിക്കേഷൻ ഓഫ് ഡിജിറ്റൽ ടെക്നോളജി ഇൻ ദ ഫീൽഡ് ഓഫ് മാർക്കറ്റിംഗ്. ഡിജിറ്റൽ ടെക്നോളജി മാർക്കറ്റിംഗിൽ യൂസ് ചെയ്യുന്നതിനെയാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. ഇനി നോക്കിയേ, അതിന്റെ ഒന്നും കൂടെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. യൂസസ് ഓഫ് ഡിജിറ്റൽ പ്ലാറ്റ്ഫോം. കണ്ട ഈ ഒരു വാക്ക് ഓർത്ത് വെക്കണേ, ഡിജിറ്റൽ പ്ലാറ്റ്ഫോം. അതല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഡിജിറ്റൽ ടെക്നോളജി ഒക്കെ പറയാം കേട്ടോ. അതാ ആൻഡ് ടെക്നോളജീസ് ടു കണക്ട് വിത്ത് ഓഡിയൻസ്. ഇതാണ് അതിൽ ഇമ്പോർട്ടന്റ്. ഓഡിയൻസിനെ ഞാൻ പറഞ്ഞല്ലോ, ഒരു കാര്യം മറ്റുള്ളവർ അറിയിക്കുന്നതിനെയാണ് മാർക്കറ്റിംഗ് എന്ന് പറയുക ഇല്ലേ? ഇപ്പൊ ഞാൻ എന്നെ കുറിച്ച് ഇങ്ങനെ പറയാണ്, എന്താ ഞാൻ ഇങ്ങനെ പഠിച്ചത് ഇല്ലേ, ഞാൻ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് നിങ്ങളെ. അപ്പോ അതിനെയാണ് നമ്മൾ എന്ത് പറയാ? ഒരു കാര്യം മറ്റുള്ളവരെ അറിയിക്കുക. ഓഡിയൻസ് എന്ന് പറഞ്ഞാൽ അതാണ്, ബാക്കിയുള്ളവരെ അറിയിക്കുക. എന്ത് വെച്ച്? അതാണ് ഡിജിറ്റൽ പ്ലാറ്റ്ഫോം വെച്ച്, ടെക്നോളജി വെച്ച്. ഇപ്പൊ ഡിജിറ്റൽ ടെക്നോളജി വെച്ചോ അല്ലെ ഡിജിറ്റൽ പ്ലാറ്റ്ഫോം വെച്ചോ നമ്മൾ ഓഡിയൻസിനെ കണക്ട് ചെയ്യുന്നതിനെയാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. സിമ്പിൾ ആയിട്ട് ഈ ഒരു ടേമുകൾ പഠിച്ചു വെച്ചാൽ യൂസസ് ഓഫ് ഡിജിറ്റൽ പ്ലാറ്റ്ഫോം. ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകൾ നമ്മൾ യൂസ് ചെയ്യുന്നു അല്ലെങ്കിൽ ഡിജിറ്റൽ ടെക്നോളജീസ് യൂസ് ചെയ്യുന്നു എന്തിന്? ടു കണക്ട് വിത്ത് ഓഡിയൻസ്. ഓഡിയൻസിനെ കണക്ട് ചെയ്യാൻ, അഥവാ നമ്മൾ ആർക്കാണോ ഈ ഇൻഫർമേഷൻ കൊടുക്കുന്നത് അവരെ കണക്ട് ചെയ്യാൻ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകൾ, ഡിജിറ്റൽ ടെക്നോളജീസ് യൂസ് ചെയ്യുന്നതിനാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. ഇൻക്ലൂഡ്സ് ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ മാർക്കറ്റിംഗ് എഫേർട്ട്. ഇതിൽ എന്ത് വരും? ഓൺലൈൻ മാർക്കറ്റിംഗ് വരും, ഓഫ്ലൈൻ മാർക്കറ്റിംഗ് ഒക്കെ ഇതിൽ ഇൻക്ലൂഡഡ് ആണ്. എസെൻഷ്യൽ കോമ്പണന്റ് ഓഫ് മോഡേൺ ബിസിനസ് സ്ട്രാറ്റജീസ്. നമ്മൾ പറഞ്ഞു ഇന്നത്തെ എല്ലാ ബിസിനസ്സുകളും നിങ്ങൾ നോക്കിയേ, പണ്ടത്തെ പോലെ ഒരു നോട്ടീസ് അടിച്ചു കൊടുത്താലോ അല്ലെങ്കിൽ പത്രത്തിൽ പരസ്യം കൊടുത്താലോ ഒന്നും അധികം ആളിലേക്ക് എത്തില്ല. അതിന് പകരം നമ്മൾ ജസ്റ്റ് ഒരു സ്റ്റാറ്റസ് ഇട്ടാൽ മതി അല്ലെ, അല്ലെങ്കിൽ ജസ്റ്റ് ഒരു ഇൻസ്റ്റയിൽ ഒരു പോസ്റ്റ് ഇട്ടാൽ മതി, ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകളിലേക്ക് അത് എത്തും. അപ്പൊ മോഡേൺ ബിസിനസ്സുകൾ കംപ്ലീറ്റ് ഇന്ന് ഫോളോ ചെയ്യുന്നത് ഈ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആണ്. വാട്ട് ഈസ് ഡിജിറ്റൽ മാർക്കറ്റിംഗ്? ആദ്യം ഞാൻ പറഞ്ഞ വാക്ക് ഓർത്തു വെക്കുക, അപ്ലിക്കേഷൻ ഓഫ് ഡിജിറ്റൽ ടെക്നോളജി ഇൻ മാർക്കറ്റിംഗ് ഫീൽഡ്. പിന്നെ ഒരു വാക്കും കൂടെ നിങ്ങൾ ഓർത്തു വെക്കുക, യൂസേഴ്സ് ഓഫ് ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ആൻഡ് ടെക്നോളജി. എന്തിന്? ടു കണക്ട് വിത്ത് ഓഡിയൻസ്. ആളുകളുമായിട്ട് കണക്ട് ചെയ്യാൻ നമ്മൾ ഡിജിറ്റൽ ടെക്നോളജി അല്ലെങ്കിൽ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകൾ യൂസ് ചെയ്യുന്നതിനെയാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? ഈ ഒരു കോൺസെപ്റ്റ് ക്ലിയർ അല്ലേ? ഒന്ന് കമന്റ് ചെയ്താണേ, ഒന്ന് ടൈപ്പ് ചെയ്താണേ. ഓക്കെ റെഡി. ഓക്കെ, അപ്പൊ നമ്മൾ കണ്ടിന്യൂ ചെയ്യാണ്. അപ്പൊ വാട്ട് ഈസ് ഡിജിറ്റൽ മാർക്കറ്റിംഗ്? ഷുവർ ക്വസ്റ്റ്യൻ ആണോ? ഷുവർ ക്വസ്റ്റ്യൻ ആണ്, പ്രത്യേകം നോട്ട് ചെയ്യാം കേട്ടോ. അടുത്തത് ഇമ്പോർട്ടൻസ് ഓഫ് ഡിജിറ്റൽ മാർക്കറ്റിംഗ്. ഒരു 5 മാർക്കിന് സാധ്യത ഉണ്ട്. കാരണം നോക്കിയേ, ഇതിന്റെ ഇമ്പോർട്ടൻസ് പറയുന്നുണ്ട്, അതുപോലെ തന്നെ തൊട്ടടുത്ത് അതിന്റെ സ്കോപ്പ് പറയുന്നുണ്ട്. സ്കോപ്പ്, അപ്പൊ ഇമ്പോർട്ടൻസ് ഓഫ് സ്കോപ്പ്, ഈ രണ്ടിലൊന്ന് സ്ഥിരമായിട്ട് ചോദിക്കും. 5 മാർക്കിനും എസ്സേക്കും സാധ്യത ഉണ്ട് കേട്ടോ. എസ്സേക്ക് ചിലപ്പോൾ ഇങ്ങനെ ചോദ്യം വരാം, അതായത് വാട്ട് ഈസ് ഡിജിറ്റൽ മാർക്കറ്റിംഗ്, വാട്ട് ആർ ദി ഇമ്പോർട്ടൻസ്, അങ്ങനെ 2 എണ്ണം മിക്സ് ആക്കിയിട്ട് വരാൻ സാധ്യത ഉണ്ട്. അല്ലെങ്കിൽ 5 മാർക്കിന്. ഇമ്പോർട്ടൻസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്, നോക്കിക്കോളി. ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാല് അതിന്റെ പ്രാധാന്യം അല്ലെങ്കിൽ എന്താണ് മെറിറ്റ് എന്നൊക്കെ നമുക്ക് പറയാം. മെറിറ്റ്, ഈ പോയിന്റുകൾ തന്നെ നിങ്ങൾക്ക് മെറിറ്റ് ആയിട്ട് എഴുതാം കേട്ടോ. അതുപോലെ തന്നെ അഡ്വാൻറ്റേജ് ചോദിച്ചാലും ബെനഫിറ്റ് ചോദിച്ചാലും അതുപോലെ സിഗ്നിഫിക്കൻസ് ചോദിച്ചാലും ഒക്കെ നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്നതാണ് ഈ പോയിന്റുകൾ. അതായത് എന്താണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് കൊണ്ടുള്ള മെച്ചം, ഗുണം, അതിന്റെ ബെനഫിറ്റ്, അതിന്റെ അഡ്വാൻറ്റേജ് അല്ലെ? അപ്പൊ
ഇപ്പൊ നമ്മൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആണ് നമ്മൾ ബിസിനസ് ഫോക്കസ് ചെയ്യുന്നതെന്ന് വെച്ചോളൂ. നമ്മൾ കംപ്ലീറ്റ് നമ്മുടെ എല്ലാ മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസും നമ്മൾ ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്യുന്നുണ്ട്, അതുപോലെ റീൽസ് ഉണ്ടാക്കിയിട്ട് ഔട്ട് ചെയ്യുന്നുണ്ട്, വാട്സപ്പിൽ ഷെയർ ചെയ്യുന്നുണ്ട്, ഫേസ്ബുക്കിൽ ഷെയർ ചെയ്യുന്നുണ്ട്. അങ്ങനെ നമ്മൾ കംപ്ലീറ്റ് കാര്യങ്ങൾ നമ്മൾ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിലൂടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, വിവരങ്ങൾ അറിയിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എന്താണ് അതുകൊണ്ടുള്ള ബെനിഫിറ്റ് അല്ലെങ്കിൽ ഇമ്പോർട്ടൻസ് നോക്കിയേ. ഒന്നാമത്തെ തന്നെ നമുക്ക് പറയാം വൈഡർ റീച്ച്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഞാനിപ്പോ ഒരു ഫ്ലക്സ് അടിച്ച് എന്നിട്ട് എൻ്റെ നാട്ടിൽ മലപ്പുറത്ത് കൊണ്ടുപോയിട്ട് വെച്ച്, ഉറപ്പായിട്ടും നമുക്കറിയാം ആ മലപ്പുറത്തെ ആളുകൾ മാത്രമേ അത് കാണുള്ളൂ, അല്ലെങ്കിൽ ആ റൂട്ടിലൂടെ വരുന്ന ആളുകൾക്ക് അത് എത്തുള്ളൂ അല്ലെ. അധികം ആളുകളിലേക്ക് ഒന്നും ആ ഒരു ഇൻഫർമേഷൻ എത്തൂല. നേരെ മറിച്ച് ഞാൻ എന്ത് ചെയ്തു, ഒരു റീൽ ഉണ്ടാക്കിയിട്ട് നേരെ ഇൻസ്റ്റാഗ്രാം പോസ്റ്റ് ചെയ്തു. വിത്തിൻ സെക്കൻഡുകളെ കൊണ്ട് അല്ലെ ലോകം മുഴുവൻ അതെത്തും. അതാണ് ഗ്ലോബൽ ഓഡിയൻസ്. ലോകം മുഴുവൻ എൻ്റെ ഒരു പോസ്റ്റ്, എൻ്റെ ഒരു പോസ്റ്റർ എത്തും. ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകളിലേക്ക് വളരെ ഫാസ്റ്റ് ആയിട്ട് ആ ഒരു കാര്യം എത്തും, ആ ഒരു കോൺസെപ്റ്റ് എത്തും. അതാണ് വൈഡർ റീച്ച് എന്ന് പറഞ്ഞാൽ. റീച്ച് എന്ന് പറഞ്ഞാൽ എത്തുക എന്നുള്ളത് അല്ലെ. വൈഡർ എന്ന് പറഞ്ഞാൽ വളരെ വൈഡ് ആയിട്ട് ഒരുപാട് പേരിലേക്ക് നമ്മുടെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് നമ്മൾ ഫോളോ ചെയ്യണമെങ്കിൽ ആ ഇൻഫർമേഷൻസ് എത്തിക്കാൻ പറ്റും. അതാണ് വൈഡർ റീച്ച്. അതായത് ബ്രേക്കിംഗ് ജിയോഗ്രഫിക്കൽ ലിമിറ്റേഷൻസ്. ഒരു ജിയോഗ്രഫിക്കൽ ലിമിറ്റേഷനും ഇല്ല, ഒരു അതിർത്തിയും ഇല്ല, ലോകം മുഴുവനും നമ്മുടെ ഇൻഫർമേഷൻസ് എത്തും. അപ്പൊ വൈഡർ റീച്ച് എന്നതാണ് ഇതിന്റെ ആദ്യത്തെ ഇമ്പോർട്ടൻസ് ഓർത്തു വെക്കുക. രണ്ടാമത്തത് കോസ്റ്റ് എഫക്റ്റീവ്. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, വലിയൊരു ഫ്ലെക്സ് അടിക്കണമെങ്കിലുള്ള ചെലവൊന്നും ഒരു ഇൻസ്റ്റയിൽ ഒരു പോസ്റ്റ് ചെയ്യാൻ നമുക്ക് ആവശ്യമില്ല അല്ലെ. ഒരു വലിയ ഫ്ലക്സ് ഒക്കെ അടിക്കണമെങ്കിൽ ചിലപ്പോൾ 10,000 ചെലവുണ്ടാവും. അതിനപ്പുറത്ത് നമ്മൾ ജസ്റ്റ് ഒരു റീൽ ഉണ്ടാക്കി പോസ്റ്റ് ചെയ്യാൻ ഒരു 1000 രൂപയുടെ 2000 രൂപയുടെ ചെലവേ ഉണ്ടാവുള്ളൂ. പക്ഷെ ആ ഫ്ലക്സ് ഒരു 1000 ആള് കാണുന്നുണ്ടെങ്കിൽ നമ്മൾ ഉണ്ടാക്കിയ റീൽസ് ലക്ഷക്കണക്കിന് ആളുകളിലേക്ക് എത്തിക്കും. അതാ പറഞ്ഞത് കോസ്റ്റ് എഫക്റ്റീവ്. ഒരു ചെലവില്ലാണ്ട് അല്ലെങ്കിൽ വലിയ ചെലവൊന്നും ഇല്ലാണ്ട് നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ കമ്പനിയുടെ ബിസിനസിന്റെ ഡാറ്റകൾ ആളുകളിലേക്ക് എത്തിക്കാൻ പറ്റും. അതാണ് അഫോർഡബിൾ ആൻഡ് സ്കെയിലബിൾ. സ്കെയിലബിൾ എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ കൺട്രോളിൽ വരുന്ന, നമുക്ക് കൃത്യമായിട്ട് അളക്കാൻ പറ്റുന്നതാണ് എന്ത്, ഡിജിറ്റൽ മാർക്കറ്റിംഗ്. അഥവാ ചെലവില്ല, ചെലവ് കുറവാണ്. കോമ്പീറ്റിംഗ് വിത്ത് ബിഗ് ബ്രാൻഡ്. അപ്പൊ നമ്മുടെ ഒരു ചെറിയ ഷോപ്പാണ് അല്ലെങ്കിൽ ചെറിയൊരു ബിസിനസ് ആണ്, ചെറിയൊരു എന്റർപ്രണർ ആണെങ്കിൽ പോലും വലിയ വലിയ ബ്രാൻഡുകളോട് നമുക്ക് കോമ്പീറ്റ് ചെയ്യാൻ, അവരോട് മത്സരിക്കാൻ നമുക്ക് പറ്റും. എന്ത് യൂസ് ചെയ്തിട്ട്? ഈ ഡിജിറ്റൽ മാർക്കറ്റിംഗ് യൂസ് ചെയ്തിട്ട് അല്ലെ. നമുക്ക് തന്നെ അറിയാം, ഇപ്പോ ചെറിയ തട്ടുകടകള്, ചെറിയ ഹോട്ടലുകളൊക്കെ അല്ലെ, ഏതെങ്കിലും നല്ല വ്ളോഗേഴ്സ് വന്നിട്ട് നല്ലൊരു വ്ളോഗ് ചെയ്തിട്ട് അല്ലെ, അവരുടെ യൂട്യൂബ് ചാനലൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ആ ഒരു കണ്ടന്റ് ഒരുപാട് പേരിലേക്ക് അല്ലെ വിത്തിൻ സെക്കൻഡുകളെ കൊണ്ട് ലക്ഷക്കണക്കിന് ആളുകളിലേക്ക് എത്തും. അപ്പൊ അതാ പറഞ്ഞത് കോസ്റ്റ് എഫക്റ്റീവ്. കുറഞ്ഞ ചെലവിൽ എന്ത് ചെയ്യാം, നമുക്ക് ഈ ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്യാൻ പറ്റും. മൂന്നാമത് ടാർഗറ്റഡ് മാർക്കറ്റിംഗ്. അത് വളരെ ഇമ്പോർട്ടന്റ് ആട്ടോ. അതായത് നമ്മൾ ആരെയാണോ ഉദ്ദേശിക്കുന്നത് അവരെ കൃത്യമായിട്ട് ടാർഗറ്റ് ചെയ്യാൻ പറ്റും. അതാണ് ഇവിടെ നോക്കിയ റീച്ചിങ് റൈറ്റ് ഓഡിയൻസ്. സപ്പോസ് ഞാൻ ഉദ്ദേശിക്കുന്നത്, എന്റെ ടാർഗറ്റ് എന്ന് പറയുന്നത് ഇപ്പൊ കോളേജ് സ്റ്റുഡൻസ് ആണ്. അപ്പൊ സ്വാഭാവികമായിട്ട് ഞാൻ എന്ത് ചെയ്യും, ഇപ്പോഴത്തെ കോളേജ് സ്റ്റുഡൻസ് മെജോറിറ്റി ഉള്ളത് ഇൻസ്റ്റയിലാണ്. അപ്പൊ ഞാൻ എന്ത് ചെയ്യും, ഇൻസ്റ്റയില് എന്റെ കാര്യങ്ങൾ പോസ്റ്റ് ചെയ്യും. കൃത്യമായിട്ട് എന്റെ റൈറ്റ് ഓഡിയൻസ് ആരാണ് അവിടെ, കോളേജ് സ്റ്റുഡൻസ്. അവരിലേക്ക് തന്നെ ആ ഇൻഫർമേഷൻ എത്തും അല്ലെ. ഞാൻ കുറച്ചും കൂടെ മുതിർന്ന ആളുകളെയാണ് ടാർഗറ്റ് ചെയ്യുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ട് അവർക്ക് ഇൻസ്റ്റ അത്രത്തോളം ഉണ്ടാവില്ല, അവർക്ക് ഒന്നുകൂടെ ബെറ്റർ ഒന്നെങ്കിൽ വാട്സപ്പ് അല്ലെങ്കിൽ ഫേസ്ബുക്ക് ആയിരിക്കും അല്ലെ. അപ്പൊ ഞാൻ എന്ത് ചെയ്യും, അതിലാണ് അവിടെ പോസ്റ്റ് ചെയ്യാം. അപ്പോൾ ആരെയാണോ ഞാൻ ഉദ്ദേശിക്കുന്നത് കൃത്യമായിട്ട് അവരിലേക്ക് തന്നെ ഇൻഫർമേഷൻസ് എത്തിക്കാൻ പറ്റും. അതാണ് ടാർഗറ്റഡ് മാർക്കറ്റിംഗ്. ഈ ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ ഓഡിയൻസിനെ ടാർഗറ്റ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മുടെ കസ്റ്റമേഴ്സിനെ കൃത്യമായിട്ട് ടാർഗറ്റ് ചെയ്തിട്ട് അവരിലേക്ക് ഇൻഫർമേഷൻസ് കൊടുക്കാൻ വേണ്ടി പറ്റും. അടുത്തത് മെഷറബിൾ റിസൾട്ട്. കൃത്യമായിട്ട് നമ്മുടെ റിസൾട്ടുകളെ നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റും, അഥവാ മെഷർ ചെയ്യാൻ പറ്റും. ഇപ്പൊ നമ്മളിപ്പോ ഒരു ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്തു അല്ലെ, നിങ്ങൾക്ക് തന്നെ അറിയുന്നുണ്ടാവും എത്ര ആൾ അത് കണ്ടിട്ടുണ്ട്, എത്ര ആൾ അതിന് ലൈക്ക് ചെയ്തിട്ടുണ്ട്, എത്ര ആളുകൾ അതിന് കമന്റ് ചെയ്തിട്ടുണ്ട്. അത് വെച്ച് നമ്മുടെ ആ ഇൻഫർമേഷൻ നമുക്ക് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ ഒക്കെ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും അല്ലെ. നമുക്കൊക്കെ അത് അറിയുന്ന കാര്യമാണ്. അപ്പൊ കൃത്യമാണ്. നേരെ മറിച്ച് നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഞാൻ ഒരു വലിയ ഫ്ലക്സ് അടിച്ച് അല്ലെ, എന്നിട്ട് കോഴിക്കോട് ടൗണിൽ കൊണ്ടുപോയി വെച്ച്, എനിക്ക് ഒരിക്കലും കഴിയാൻ പറ്റില്ല. അത് മെഷറബിൾ അല്ല. എത്ര ആൾ അത് കണ്ട്, എത്ര ആൾക്ക് അത് ഇഷ്ടമായി, എത്ര ആൾ അതിനെ കമന്റ് ചെയ്തു, എനിക്കൊരിക്കലും അറിയില്ല. നേരെ മറിച്ച് നമ്മുടെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് യൂസ് ചെയ്യുകയാണെങ്കിൽ കൃത്യമായിട്ട് നമുക്കത് മെഷർ ചെയ്യാൻ പറ്റും. എത്ര ആളുകളിലേക്ക് എത്തി, എത്ര ആൾ അത് കണ്ടിട്ടുണ്ട്, എത്ര പേര് ലൈക്ക് ചെയ്തിട്ടുണ്ട്, എത്ര പേര് കമന്റ് ചെയ്തിട്ടുണ്ട്, എത്ര പേര് നെഗറ്റീവ് കമന്റുകൾ, എല്ലാം കൃത്യമായിട്ട് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും, അളക്കാൻ പറ്റും. അടുത്തത് ഇൻക്രീസ്ഡ് കസ്റ്റമർ എൻഗേജ്മെന്റ്, അഥവാ കസ്റ്റമറുമായിട്ട് ഈ ഒരു കാര്യങ്ങൾ ഓർത്തു വെക്കണം, നല്ല റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യാൻ പറ്റും. എങ്ങനെ? ഡയറക്റ്റ് ഇന്ററാക്ഷൻ. ഈ കാര്യം ഓർത്തു വെക്കണം. ഇത് വേണമെങ്കിൽ എനിക്ക് വേറെ പോയിന്റ് ആയിട്ട് കൊടുക്കാം. ഡയറക്റ്റ് ഇന്ററാക്ഷൻ. എങ്ങനെ കസ്റ്റമേഴ്സിന് ഡയറക്റ്റ് ഇന്ററാക്ഷൻ കിട്ടുക? ആലോചിച്ച് നോക്കിയേ,
ഇപ്പോ ഒരു കമ്പനി അവരുടെ വെബ്സൈറ്റിൽ ഒരു ഇൻഫർമേഷൻ കൊടുക്കുകയാണ്, കസ്റ്റമേഴ്സിന് ചോദിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പൊ ചോദിക്കുമ്പോൾ കൃത്യമായിട്ട് അതിന് മറുപടി തരും അല്ലെ. നിങ്ങളൊക്കെ ആമസോണും ഫ്ലിപ്കാർട്ടും ഒക്കെ യൂസ് ചെയ്യുന്ന ആളുകളാണ്, പ്രൊഡക്റ്റ് ഒക്കെ നമ്മൾ ഓൺലൈനായിട്ടൊക്കെ പർച്ചേസ് ചെയ്ത ആളുകളാണ്. അവിടെയൊക്കെ നമുക്ക് അങ്ങോട്ട് സംശയങ്ങൾ ചോദിക്കാനും കൃത്യമായിട്ട് അതിന് ആൻസർ കിട്ടാനൊക്കെ ഉള്ള ഓപ്ഷൻസ് ഉണ്ട്. അതാണ് ഇൻക്രീസ്ഡ് കസ്റ്റമർ എൻഗേജ്മെന്റ് എന്ന് ഉദ്ദേശിച്ചത്. കസ്റ്റമർ റിലേഷൻഷിപ്പ് ഇൻക്രീസ് ചെയ്യും, അഥവാ കസ്റ്റമറും കമ്പനിയുമായിട്ട് ഡയറക്റ്റ് ഇന്ററാക്ട് ചെയ്യാൻ അല്ലെ. നമ്മൾ നേരിട്ട് കാണുന്നില്ലെങ്കിൽ പോലും ഡയറക്റ്റ് ഇന്ററാക്ട് ചെയ്യാൻ ഈ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അടുത്തത് ബൂസ്റ്റ് ബ്രാൻഡ് അവയർനെസ്. നമ്മുടെ ബ്രാൻഡിനെ കുറിച്ചുള്ള ഐഡിയ ബൂസ്റ്റ് മീൻസ് ഇൻക്രീസ് ചെയ്യും. നമ്മൾ കൊടുക്കുന്ന ബ്രാൻഡുമായിട്ട്, നമ്മുടെ പ്രൊഡക്റ്റുമായിട്ട്, നമ്മുടെ ബ്രാൻഡുമായിട്ടുള്ള എല്ലാ മെസ്സേജുകളും ഒരുപാട് ആളുകളിലേക്ക് വളരെ പെട്ടെന്ന് എത്തിക്കാൻ സഹായിക്കുന്നുണ്ട്. അപ്പൊ ബ്രാൻഡിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ അല്ലെങ്കിൽ ബ്രാൻഡിനെ കുറിച്ചുള്ള അവയർനെസ് ഇവിടെ ഇൻക്രീസ് ചെയ്യും. അടുത്തത് ഹയർ കൺവേർഷൻ റേറ്റ്. അതായത് നോക്കിയേ, ഒരുപാട് കസ്റ്റമേഴ്സിലേക്ക് നമ്മുടെ മെസ്സേജുകൾ വളരെ സിമ്പിൾ ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും, അഥവാ മാറ്റാൻ കഴിയും. നോക്കി, കൺവേർട്ട് ലീഡ്സ് ടു ഇൻ ടു കസ്റ്റമേഴ്സ് വിത്ത് പേഴ്സണലൈസ്ഡ് ഓഫേഴ്സ് അല്ലെ. നമുക്കറിയാം പല ഓഫറുകളും മറ്റൊക്കെ കൊടുത്ത് കൃത്യമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, കസ്റ്റമേഴ്സിനെ അവരിലേക്ക് എത്തിക്കാൻ കഴിയും. അതാണ് കസ്റ്റമറിലേക്ക് നമ്മുടെ ഇൻഫർമേഷൻസ് നേരിട്ട് എത്തിക്കാൻ സാധിക്കും. അടുത്തത് കോമ്പറ്റിറ്റീവ് അഡ്വാൻറ്റേജ്. അഥവാ നമ്മുടെ കോമ്പറ്റിറ്റേഴ്സ് ഒരുപാടല്ലേ, ഏത് പ്രൊഡക്റ്റ് എടുത്താലും ഒരുപാട് കോമ്പറ്റിറ്റേഴ്സ് ഉണ്ടാവും. അവരെക്കാളൊക്കെ നമ്മുടെ കമ്പനിക്ക് അല്ലെങ്കിൽ നമ്മുടെ പ്രൊഡക്റ്റിന് ഏറ്റവും ടോപ്പിലെത്താൻ നമുക്ക് കഴിയും. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഇപ്പൊ നമ്മുടെ ഒരു കമ്പനി നമ്മൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് നല്ലോണം ഫോക്കസ് ചെയ്യുന്നുണ്ട്. എല്ലാ സോഷ്യൽ മീഡിയകളിലും നമ്മൾ അടിപൊളിയായിട്ട് നമ്മുടെ ഇൻഫർമേഷൻസ് പാസ് ചെയ്യുന്നുണ്ട്. സ്വാഭാവികമായിട്ടും ബാക്കി എല്ലാ കോമ്പറ്റിറ്റേഴ്സിനേക്കാളും ഏറ്റവും ടോപ്പിലെത്താൻ നമുക്ക് സാധിക്കും. അപ്പൊ അത് ഇതിന്റെ അടുത്തൊരു ഇമ്പോർട്ടൻസ് ആണ്. നെക്സ്റ്റ് മൊബൈൽ ആക്സസിബിലിറ്റി അല്ലെ. ഇപ്പൊ അഥവാ ഏത് കസ്റ്റമേഴ്സിനും ഏത് സമയത്തും എവിടെ വെച്ചും നമുക്ക് എന്ത് ചെയ്യാം, കണക്ട് ചെയ്യാം അല്ലെ. ഇപ്പൊ നമ്മളൊരു ഷോപ്പാണെങ്കിൽ ആ ഷോപ്പിൽ പോകേണ്ടി വരും. നേരെ പക്ഷെ നിങ്ങൾ ഓൺലൈൻ ഓർത്ത് നോക്കിയേ അല്ലെ, എവിടെയും പോകണ്ട, ആരോടും ചോദിക്കണ്ട, നമ്മുടെ കയ്യിലുള്ള ഫോൺ വെച്ച് അല്ലെങ്കിൽ ആപ്പ് വെച്ച് ടാബ് വെച്ച് നമുക്ക് എന്ത് ചെയ്യാം, ഏത് സമയത്തും എവിടെ വെച്ച് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റൂ അല്ലെ. 24 hours into 7 എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. 24 മണിക്കൂറും 7 ദിവസവും. കാരണം ഓൺലൈന് റെസ്റ്റ് ഒന്നുമില്ല. ഓൺലൈൻ മാർക്കറ്റിങ്ങിന് എന്തില്ല, ഫ്രീ ടൈമോ അല്ലെങ്കിൽ ഞായറാഴ്ച അവധിയോ ഒന്നുമില്ല. ഏത് സമയത്ത് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. അടുത്തത് അഡാപ്റ്റബിലിറ്റി ആൻഡ് ഫ്ലെക്സിബിലിറ്റി. അഥവാ ഫ്ലെക്സിബിലിറ്റി മീൻസ് ചേഞ്ചിങ് എന്നാണ് കേട്ടോ. സാഹചര്യങ്ങൾക്കനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അഡാപ്റ്റബിലിറ്റി പറഞ്ഞാൽ നമുക്ക് എപ്പോഴും അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും, ക്യാച്ച് ചെയ്യാൻ പറ്റും. അപ്പൊ ഏത് സമയത്ത് ക്യാച്ച് ചെയ്യാനും ഏത് സമയത്ത് ഫ്ലെക്സിബിൾ ആയിട്ട് അത് ഡീൽ ചെയ്യാനൊക്കെ നമുക്ക് സാധിക്കും. ഇത്രയാണ് ഇമ്പോർട്ടൻസ് എന്ന ഭാഗത്ത് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇനി അടുത്തത് എവല്യൂഷൻ ആണ്. ഡിജിറ്റൽ മാർക്കറ്റിംഗ് വന്ന ആ ഒരു റൂട്ട് പറയണം, ഇത് അത്ര ഇമ്പോർട്ടന്റ് അല്ല, അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഓടിച്ചു പറയണം. ഈ എവല്യൂഷൻ പൊതുവെ എക്സാം ബേസ് ചെയ്തിട്ട് ചോദിക്കാറില്ല. ആദ്യമായിട്ട് 1990 മുമ്പ്, ബിഫോർ 1990s പ്രീ ഡിജിറ്റൽ എറ, ഇവിടെ ട്രഡീഷണൽ മാർക്കറ്റിംഗ് മെത്തേഡുകളാണ് നമ്മൾ മാർക്കറ്റിംഗിന് യൂസ് ചെയ്യാറുള്ളത് അല്ലെ. 1990 മുമ്പാണ് കേട്ടോ. മെയിനായിട്ട് ന്യൂസ് പേപ്പർ, ടിവിയില്, അതുപോലെ റേഡിയോയില് നമ്മൾ പരസ്യം കൊടുക്കുന്നത് അല്ലെ. ടി വി പരസ്യം കൊടുക്കും, ന്യൂസ് പേപ്പറിൽ പരസ്യം കൊടുക്കും അല്ലെ. ഇപ്പൊ നമ്മൾ പുതിയൊരു കമ്പനി വന്നാൽ റേഡിയോയില് അതിടും. 1990 മുമ്പ് ഇതായിരുന്നു. അതിന് പ്രീ ഡിജിറ്റൽ എറ, അഥവാ ഡിജിറ്റൽ കാര്യങ്ങൾ വരുന്നതിന് മുമ്പ്. പ്രീ എന്ന് പറഞ്ഞാൽ അതിന് മുമ്പ് എന്നുള്ള അർത്ഥമാണല്ലോ. അപ്പോൾ അതായിരുന്നു 1990 മുമ്പുള്ള അവസ്ഥ. പിന്നെ എന്ത് ചെയ്തു, 1990 to 2000 ഈ ഒരു കാലഘട്ടത്തിൽ ഏർലി ഇന്റർനെറ്റ് ഏജ്, ഇന്റർനെറ്റ് ഒക്കെ വരാൻ തുടങ്ങി, അഥവാ ഇന്റർനെറ്റ് ഒക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. അങ്ങനെ വെബ്സൈറ്റുകൾ, ഓരോ കമ്പനിക്ക് ഓരോ പ്രൊഡക്റ്റിന് അവരുടെ വെബ്സൈറ്റുകൾ, സെർച്ച് എഞ്ചിനുകൾ, അഥവാ നമുക്ക് സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷൻസ്, മെയിലിലൂടെ ഒക്കെ മാർക്കറ്റ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ തുടങ്ങി 1990-2000 കാലഘട്ടത്തിൽ. പിന്നെ അടുത്ത സ്റ്റേജ്, മൂന്നാമത്തെ ഒരു സ്റ്റേജ് 2000-2010 കാലഘട്ടം, റൈസ് ഓഫ് സെർച്ച് ആൻഡ് സോഷ്യൽ മീഡിയ. സോഷ്യൽ മീഡിയകളൊക്കെ ഇവിടെ 2000-ന് ശേഷമാണ് വന്നിട്ടുള്ളത്. അതുപോലെ നമുക്ക് ഇപ്പോൾ നമ്മൾ ഗൂഗിളൊക്കെ സെർച്ച് ചെയ്യുമല്ലോ, പിന്നെ സെർച്ച് ചെയ്ത് കണ്ടെത്താനുള്ള കാര്യങ്ങളൊക്കെ 2000-ന് ശേഷമാണ് വന്നിട്ടുള്ളത്. ഇനി 2010 മുതൽ 2020 വരെ, അഥവാ നമ്മുടെ തൊട്ട് മുമ്പുള്ള ഒരു കാലം, അവിടെ പേഴ്സണലൈസേഷൻ ആൻഡ് ഓട്ടോമേഷൻ, അഥവാ എല്ലാവർക്കും പറയുന്നതിനപ്പുറത്ത് ഓരോ കസ്റ്റമറെ ടാർഗറ്റ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അവരെ കണ്ടെത്താൻ പറ്റും. അതാണ് AI പവർ ടൂൾസ് അല്ലെ. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും ചാറ്റ് ബോട്ടും
അതുപോലെ തന്നെ ഇൻഫ്ലുവൻസർ മാർക്കറ്റിങ്ങും വീഡിയോ മാർക്കറ്റിംഗും ഒക്കെ യൂസ് ചെയ്തിട്ട് ഓരോ കസ്റ്റമറെ പേഴ്സണലൈസ് ചെയ്യുക. അവർക്ക് എന്താണ് ആവശ്യം അത് നമുക്ക് ചെയ്തു കൊടുക്കാം. അപ്പൊ അതിന്റെ ഒരു ട്രെൻഡാണ്. ഓക്കെ, ഇപ്പൊ നമ്മൾ എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക? ഒരുപാട് ടീം ഉണ്ടല്ലേ, അവർ വിളിക്കും, നമ്മൾ പറയും ഒരു ഫ്രെയിം വേണം, ഇത്ര ചോക്ലേറ്റ് വേണം, ഇത്ര ഫ്ലവേഴ്സ് വേണം. നമ്മൾ പേഴ്സണലൈസ് ചെയ്യണം അല്ലെ ഡ്രസ്സ്, ഇന്ന ഡ്രസ്സാണ് വേണ്ടത്. അപ്പൊ ഓരോ കസ്റ്റമറെ പേഴ്സണലൈസ് ചെയ്തിട്ട് അവരെ ടാർഗറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു കാര്യം തുടങ്ങി 2020 വരെ. ഇനി 20 ശേഷം ഫ്യൂച്ചർ ഓഫ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് അഥവാ ഇനി എന്ത്? ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വന്നു, ഓട്ടോമേഷൻ വന്നു, എല്ലാ കാര്യങ്ങളും ഓട്ടോമാറ്റിക്കലി ചെയ്യുന്ന രൂപം വന്നു. മെറ്റവേഴ്സ്, വെർച്വൽ റിയാലിറ്റി, ഓഗ്മെന്റഡ് റിയാലിറ്റി, ഡാറ്റ പ്രൈവസി, ഇന്ററാക്റ്റീവ് കണ്ടന്റ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. ഇനിയും എവിടേക്കാണ് പോകുന്നത് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഇന്ന് കണ്ടതല്ല നാളെ ഉള്ളത്. ഓരോ ദിവസവും ഓരോ നിമിഷവും അത് മാറിക്കൊണ്ടേയിരിക്കുകയാണ്. ഇതാണ് ഡിജിറ്റൽ മാർക്കറ്റിന്റെ ഒരു ഇവല്യൂഷൻ എന്ന് പറയുന്നത്. അത്ര ഇമ്പോർട്ടന്റ് അല്ല. അപ്പൊ എക്സാം ബേസ് ചെയ്തിട്ട് നിങ്ങൾ നോക്കൊന്നും വേണ്ട, കാരണം അതിൽ നിന്ന് പൊതുവെ ചോദ്യം ചോദിക്കാറില്ല. ദെൻ അടുത്തത് ഇമ്പോർട്ടന്റ് ആയ ഭാഗമാണ് സ്കോപ്പ് ഓഫ് ഡിജിറ്റൽ മാർക്കറ്റിംഗ്. ഓക്കെ, ക്ലിയർ അല്ലേ? എന്റെ വോയിസ് സ്ക്രീൻ ഒക്കെ റെഡി ആണല്ലോ അല്ലെ? ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്താണ് ഇവിടെ അല്ലേ നിങ്ങള്? ഓക്കെ, സെറ്റ്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് പോവാം. എവല്യൂഷൻ അത്ര ഇമ്പോർട്ടന്റ് അല്ല, അത് അത്ര അങ്ങോട്ട് കോൺസെൻട്രേറ്റ് ചെയ്യണ്ട. എന്നാൽ ഇത് ഇമ്പോർട്ടന്റ് ആട്ടോ. സ്കോപ്പ് ഓഫ് ഡിജിറ്റൽ മാർക്കറ്റിംഗ്. സ്കോപ്പ് ഓഫ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. അതില് ഞാൻ പറഞ്ഞല്ലോ, ഒന്നെങ്കിൽ ഇമ്പോർട്ടൻസോ അല്ലെങ്കിൽ സ്കോപ്പോ, ഈ രണ്ടിലൊന്ന് 5 മാർക്കിന് അല്ലെങ്കിൽ എസ്സേക്ക് രണ്ടും സാധ്യത ഉണ്ട് കേട്ടോ. രണ്ടും കൂടെ ചോദിക്കാൻ സാധ്യത അല്ല, രണ്ടിൽ ഏതെങ്കിലും ഒന്ന്, സ്കോപ്പ് ഓർ ഇമ്പോർട്ടൻസ്. അപ്പൊ ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. സ്കോപ്പ് ഓഫ് ഡിജിറ്റൽ മാർക്കറ്റിംഗ്. ഡിജിറ്റൽ മാർക്കറ്റിംഗിന്റെ സ്കോപ്പ് അഥവാ ഏതൊക്കെ ഏരിയകളിലാണ് അത് എത്തുന്നത്? ഒന്ന്, ബ്രാൻഡ് അവയർനെസ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു അല്ലെ, നമ്മളെ ബ്രാൻഡിനെ കുറിച്ച് കൃത്യമായിട്ട് ആളുകളിലേക്ക് എത്തിക്കാൻ നമ്മൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് യൂസ് ചെയ്യുന്നുണ്ട്. അതിൽ സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് വരുന്നുണ്ട്, സെർച്ച് എഞ്ചിൻ വരുന്നുണ്ട്, കണ്ടന്റ് മാർക്കറ്റിംഗ് വരുന്നുണ്ട്. എല്ലാം ഈ ബ്രാൻഡ് അവയർനെസിന്റെ ഭാഗമായിട്ട് വരുന്നതാണ്. രണ്ടാമത്, ലീഡ് ജനറേഷൻ ആൻഡ് കൺവേർഷൻ. അത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലേ, കൺവേർഷൻ എന്നുള്ളത്. അഥവാ കസ്റ്റമേഴ്സിന് ആവശ്യമുള്ള രൂപത്തിൽ നമ്മൾ കൺവേർട്ട് ചെയ്യാറുണ്ട്. അതില് PPC അഡ്വർടൈസിങ്, ഇതൊക്കെ എന്താണെന്നുള്ള നമ്മൾ ഇനി പറയും കേട്ടോ. സെക്കൻഡ് ചാപ്റ്ററിൽ ഡീറ്റെയിൽ ആയിട്ട് പറയും. ഓരോ ടൈപ്സ് പറയുന്നുണ്ട്. ലാൻഡിങ് പേജസ്, CRO, ഇതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയും. അതുകൊണ്ട് ഞാൻ ഇവിടെ വിശദീകരിക്കുന്നില്ല. അപ്പോൾ ലീഡ്, നമ്മുടെ കമ്പനിയെ, നമ്മുടെ പ്രൊഡക്റ്റിനെ ബാക്കിയുള്ളവരെക്കാളും ലീഡ് ചെയ്യാൻ, ഏറ്റവും ടോപ്പിലെത്താൻ നമ്മൾ ഡിജിറ്റൽ മാർക്കറ്റിംഗിലൂടെ സാധിക്കുന്നുണ്ട്. അടുത്തത് കസ്റ്റമർ എൻഗേജ്മെന്റ് ആൻഡ് റിട്ടൻഷൻ. അഥവാ കസ്റ്റമർ റിട്ടേൺ ചെയ്യുന്നതാണ്, അവരെ നിലനിർത്തുക. എൻഗേജ്മെന്റ് പറഞ്ഞാൽ അവർക്ക് ആവശ്യമുള്ളത് എന്തോ അത് കൃത്യമായിട്ട് നമുക്ക് നൽകാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ട്. അപ്പൊ കസ്റ്റമറെ എൻഗേജ് ചെയ്യുക എന്നുള്ളതിന്റെ അർത്ഥം അവരെ കൃത്യമായിട്ട് നമ്മൾ പിടിച്ചു വെക്കാനും അവർക്ക് വേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ട് ഡീൽ ചെയ്യാനും ഒക്കെ ഡിജിറ്റൽ മാർക്കറ്റിംഗിലൂടെ സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കൊമേഴ്സ് ആൻഡ് ഓൺലൈൻ സെയിൽസ്. ഡിജിറ്റൽ മാർക്കറ്റിംഗ് യൂസ് ചെയ്യുന്ന അടുത്തൊരു ഫീൽഡാണ് കൊമേഴ്സ് അല്ലെ, ഇലക്ട്രോണിക് കൊമേഴ്സ്. നമുക്കറിയാം ഓൺലൈൻ ആയിട്ട് സാധനങ്ങൾ വാങ്ങാനും വിൽക്കാനും ഒക്കെ. പ്രത്യേകിച്ച് നിങ്ങൾക്കറിയാം ആമസോണോ, ഫ്ലിപ്കാർട്ട്, മീഷോ, അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടാവും. അതിലൊക്കെ അല്ലെ, അത് നമ്മൾ ആപ്പ് തുറന്നാൽ തന്നെ കൃത്യമായിട്ട് അതിന്റെ ഡാറ്റാസ് നമുക്ക് കിട്ടും. ഏതൊക്കെ പ്രൊഡക്റ്റ് ആണ്, നമ്മളൊരു പ്രൊഡക്റ്റ് സെർച്ച് ചെയ്താൽ അതും അതിന്റെ വെറൈറ്റീസ് ഓഫ് കമ്പനീസ്, അതിന്റെ ഡിഫറെന്റ് കാര്യങ്ങൾ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ഈ കൊമേഴ്സിലും ഓൺലൈൻ മാർക്കറ്റിംഗിലും ഒക്കെ എന്ത് യൂസ് ചെയ്യുന്നുണ്ട്? ഡിജിറ്റൽ മാർക്കറ്റിംഗ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അതുപോലെ ഡാറ്റ അനലിറ്റിക്സ് ആൻഡ് ഇൻസൈറ്റ്. ഡാറ്റകളെ അല്ലെങ്കിൽ കസ്റ്റമേഴ്സ് പറയുന്ന ഫീഡ്ബാക്കുകളെ അല്ലെങ്കിൽ കസ്റ്റമേഴ്സ് നൽകുന്ന ഇൻഫർമേഷൻസിനെ കൃത്യമായിട്ട് അനലൈസ് ചെയ്ത് നമുക്ക് ആവശ്യമുള്ള രൂപത്തിലേക്ക് മാറ്റി തരാൻ നമ്മുടെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് യൂസ് ചെയ്യാറുണ്ട് അല്ലെ. ഇപ്പൊ ഒരു ഡിജിറ്റൽ മാർക്കറ്റ്, ഒരു വെബ്സൈറ്റ് എടുത്ത് നോക്കിയേ, കുറെ കസ്റ്റമേഴ്സ് ഒരുപാട് അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ ഓട്ടോമാറ്റിക് ആയിട്ട് തന്നെ AI ടൂൾസ് ഒക്കെ യൂസ് ചെയ്തിട്ട് ഓട്ടോമാറ്റിക് ആയിട്ട് സെർച്ച് ചെയ്ത് നമുക്ക് വേണ്ട രൂപത്തിലേക്ക് അതിനെ മാറ്റി തരുന്നുണ്ട്. അതാണ് ഡാറ്റ അനാലിറ്റിക്സ് ആൻഡ് ഇൻസൈറ്റ് എന്ന് പറയുന്നത്. അടുത്തത് റെപ്യൂട്ടേഷൻ മാനേജ്മെന്റ് അല്ലെ. നമുക്കറിയാം, നമുക്ക് പലപ്പോഴും റിവ്യൂ നോക്കിയിട്ടാണ് സാധനങ്ങൾ പർച്ചേസ് ചെയ്യുക, പ്രത്യേകിച്ച് ഓൺലൈനിൽ അല്ലെ. എത്ര സ്റ്റാർ, 4 സ്റ്റാർ, 5 സ്റ്റാർ, 3 സ്റ്റാർ നമുക്ക് നമ്മൾ നോക്കാറുണ്ട്. അപ്പോൾ നല്ല റിവ്യൂ ഉള്ള കമ്പനി ആണെങ്കിൽ, നല്ല റിവ്യൂ ഉള്ള പ്രൊഡക്റ്റ് ആണെങ്കിൽ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും? ആ മാനേജ്മെന്റ് നല്ലൊരു റെപ്യൂട്ടേഷൻ മീൻസ് നല്ലൊരു പേരായിരിക്കും അല്ലെ. നമ്മുടെ കമ്പനി അല്ലെങ്കിൽ നമ്മുടെ പ്രൊഡക്റ്റ് എല്ലാ ആളുകളിലേക്കും താല്പര്യമുണ്ട്, അവർക്ക് എല്ലാവരും 4 സ്റ്റാർ അല്ലെങ്കിൽ 5 സ്റ്റാർ നമുക്ക് നൽകുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അവരുടെ റെപ്യൂട്ടേഷനും ഓട്ടോമാറ്റിക്കലി കൂടും. അടുത്ത സ്കോപ്പ് എന്ന് പറയുന്നത് കണ്ടന്റ് ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് ആംപ്ലിഫിക്കേഷൻ. അതായത്
എന്താണോ നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം, ഈ കണ്ടന്റിനുള്ള ഉദ്ദേശം അതാട്ടോ, അത് കൃത്യമായിട്ട് നമ്മുടെ കസ്റ്റമേഴ്സിലേക്ക് അല്ലെങ്കിൽ ഓഡിയൻസിലേക്ക്, ഇവിടെ കസ്റ്റമർ എന്നതിനേക്കാൾ ഒന്നുകൂടെ നല്ലത് ഓഡിയൻസ് എന്നാണ് കേട്ടോ, ഓഡിയൻസിലേക്ക് എത്തിക്കാൻ സഹായിക്കുന്നുണ്ട്. അത് ഡിജിറ്റൽ മാർക്കറ്റിംഗിന്റെ അടുത്തൊരു സ്കോപ്പാണ് കണ്ടന്റ് ഡിസ്ട്രിബ്യൂഷൻ എന്നുള്ളത്. അഥവാ കറക്റ്റ് നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു കോൺസെപ്റ്റ് ആളുകളിലേക്ക് എത്തിക്കാൻ കഴിയും. അടുത്ത ഗ്ലോബൽ റീച്ച്, ഇത് പറയേണ്ട ആവശ്യമില്ല അല്ലെ, ലോകം മുഴുവനും നമ്മൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് യൂസ് ചെയ്തിട്ട് ഒരു കാര്യം ചെയ്താൽ ലോകം മുഴുവനും അത് എത്തിപ്പെടാൻ സാധിക്കും അല്ലെ. നമ്മൾ ഇൻസ്റ്റയിൽ ഒരു പോസ്റ്റ് ചെയ്താൽ ഇവിടെ കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ മാത്രമല്ല, ലോകത്തുള്ള എവിടുത്തെ ആളുകൾക്കും അത് കാണാൻ വേണ്ടി സാധിക്കും അല്ലെ. അതാണ് അടുത്തത്. നെക്സ്റ്റ് ഓട്ടോമേഷൻ ആൻഡ് എഫിഷ്യൻസി. ഓട്ടോമേഷൻ എന്ന് പറഞ്ഞാൽ ഒക്കെ ഓട്ടോമാറ്റിക് ആയിട്ട് ചെയ്യാം. ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞു, നമ്മുടെ ടീച്ച്മെന്റിലെ ഈ ക്ലാസ് അതിന്റെ സമ്മറി എന്ന് പറഞ്ഞിട്ട് മലയാളത്തിൽ നോട്ട് ഉണ്ട്. ഇത് ഞാൻ കൊടുക്കുന്നതല്ല, ഓട്ടോമാറ്റിക്കലി AI ടൂൾ വെച്ച്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വെച്ച് ഓട്ടോമാറ്റിക്കലി എന്റെ ക്ലാസ് കംപ്ലീറ്റ് ആര് കേൾക്കും? AI കേൾക്കും. നിങ്ങൾ കേൾക്കുന്നതിനേക്കാൾ ഉഷാറായിട്ട് AI കേൾക്കും. എന്നിട്ട് എന്ത് ചെയ്യും? AI ആണ് ആ നോട്ട് ഉണ്ടാക്കുന്നത്, ഞാനല്ല കേട്ടോ. സമ്മറി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഈ ക്ലാസ്സിന്റെ കംപ്ലീറ്റ് കാര്യങ്ങളുടെ ഷോർട്ട് ആര്? AI അവിടെ കൊടുത്തിരിക്കും കറക്റ്റ് ആയിട്ട്. അപ്പൊ അതൊക്കെയാണ് ഓട്ടോമാറ്റിക് ആയിട്ട് കാര്യങ്ങൾ ചെയ്യുക എന്നുള്ള ഒരു കാര്യം എവിടെ വന്നിട്ടുണ്ട്? ഡിജിറ്റൽ മാർക്കറ്റിംഗിൽ ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഇന്നോവേഷൻ ആൻഡ് എമേർജിംഗ് ടെക്നോളജി, പുതിയ പുതിയ സാധനങ്ങൾ അല്ലെ, എന്നും പുതിയതാണ്. ഇപ്പൊ ഓഗ്മെന്റഡ് റിയാലിറ്റി, വെർച്വൽ റിയാലിറ്റി, ഇതൊക്കെ വെർച്വൽ റിയാലിറ്റി, ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ട കാര്യമാണ് കേട്ടോ. അപ്പൊ നിങ്ങൾ ഇവിടെ ഇരുന്നിട്ട് നിങ്ങൾക്ക് അമേരിക്കയിൽ പോകാൻ പറ്റും. നമ്മൾ ഇരിക്കുന്ന നമ്മളെ വീട്ടിലാണ്, പക്ഷെ അമേരിക്കയിൽ പോയിട്ടൊക്കെ വരാൻ പറ്റും. ഇത് വെർച്വൽ റിയാലിറ്റി വെച്ച് ഒരു വെർച്വൽ ലോകം തന്നെ അവിടെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അതൊക്കെ നമുക്ക് പിന്നീട് നമുക്ക് സിലബസിൽ വരുമ്പോൾ നമുക്കത് പറയാം. വോയിസ് സെർച്ച്, ഒപ്റ്റിമൈസേഷൻ, ബ്ലോക്ക് ചെയിൻ, ഇതൊക്കെ പുതുതായിട്ട് വന്നുള്ള ഒരുപാട് ഇന്നോവേഷൻസ് ആണ്. ഇപ്പോൾ സപ്പോസ് ഇനി ഭാവിയിൽ നമ്മളെ മുഖ്യമന്ത്രി ഒരേ സമയത്ത് ഒരു 1000 സദസ്സിൽ പങ്കെടുക്കും, ഒരേ സമയത്ത് 1000 സദസ്സിൽ പ്രസംഗിക്കും. റിയലി അദ്ദേഹം ഒരു സ്ഥലത്തേ ഉണ്ടാവുകയുള്ളൂ, പക്ഷെ ബാക്കിയുള്ളടത്തൊക്കെ നമുക്ക് കൃത്യമായിട്ട് അയാളെ കാണാം. കറക്റ്റ് അദ്ദേഹത്തിന് അതേ ഡ്രസ്സിൽ അതേ രൂപത്തിൽ ആളെ മൈക്കേഡ് എടുത്തു വന്ന് പ്രസംഗിക്കുന്നത് നമുക്ക് ഫീൽ ചെയ്യും. പോയി തൊട്ട അവിടെ ഉണ്ടാവുള്ളൂ, തൊട്ട ജസ്റ്റ് ഒരു വെളിച്ചം മാത്രമേ ഉണ്ടാവുള്ളൂ. പക്ഷെ അതൊക്കെ വെർച്വൽ റിയാലിറ്റി എന്നൊക്കെ പറഞ്ഞ ആ ഒരു ലോകമാണ്. അപ്പൊ അതൊക്കെ പുതുതായിട്ട് വന്ന ഇന്നോവേഷൻസ് ആണ്. അതൊക്കെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് വലിയൊരു സ്കോപ്പായിട്ട് വരുന്നുണ്ട്. അടുത്തത് ഇന്റഗ്രേഷൻ വിത്ത് ഓവറോൾ ബിസിനസ് സ്ട്രാറ്റജി. ബിസിനസിന്റെ എല്ലാ കാര്യങ്ങളുമായിട്ടും ഇന്റഗ്രേറ്റ് ചെയ്യാൻ, ആഡ് ചെയ്യാൻ എന്ത് യൂസ് ചെയ്യും? നമ്മൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് യൂസ് ചെയ്യും. ബിസിനസിന്റെ എല്ലാ സ്ട്രാറ്റജീസിലും ഇൻവോൾവ് ആവാനും ഇൻക്ലൂഡഡ് ആക്കാനും ഡിജിറ്റൽ മാർക്കറ്റിംഗ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ദെൻ സസ്റ്റൈനബിലിറ്റി ആൻഡ് എത്തിക്കൽ മാർക്കറ്റിംഗ്. സസ്റ്റൈനബിലിറ്റി പറഞ്ഞാൽ നമ്മൾ ഗ്രീൻ മാർക്കറ്റിംഗ് എന്ന് അറിയാലോ, അതായത് പ്രകൃതിക്ക് ഒരു ദോഷം വരാത്തൊരു. ഇപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ ഡിജിറ്റൽ മാർക്കറ്റിംഗിന്റെ ഏറ്റവും വലിയ ബെനിഫിറ്റ് നമുക്ക് അങ്ങനെ പറയാം, ഗ്രീൻ മാർക്കറ്റിംഗ് ആണ്. ഒരു ഫ്ലക്സ് അടിക്കുമ്പോൾ പ്രകൃതിക്ക് നഷ്ടമാണ് അല്ലെ. പേപ്പർ ഇപ്പൊ നോട്ടീസ് അടിക്കുക, നിങ്ങള് പേപ്പർ അല്ലെ, പ്രകൃതി നശിപ്പിക്കുകയാണ്. അപ്പൊ അങ്ങനെ ഒരു പ്രകൃതിക്ക് ഒരു നാശം വരുത്താത്ത വളരെ പ്രകൃതിക്ക് അനുയോജ്യമായിട്ടുള്ള മാർക്കറ്റിംഗ് ആണ് സത്യത്തില് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് അല്ലെ. അവിടെ നമ്മള് വായു മലിനീകരണം, മണ്ണ് മലിനീകരണം, അല്ലെ ആ ഫ്ലക്സ് ഒക്കെ കത്തിച്ച് അങ്ങനത്തെ ഒരു പ്രശ്നവും അല്ലെ. അതാണ് സസ്റ്റൈനബിലിറ്റി, അഥവാ പ്രകൃതിക്ക് അനുയോജ്യമായതാണ്. അതുപോലെ എത്തിക്കൽ മാർക്കറ്റിംഗ്, നമ്മൾ എത്തിക്കലായിട്ട് അഥവാ ആരും വൾഗറാക്കാണ്ട് വളരെ മാന്യമായ രൂപത്തിൽ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഡാറ്റകളെ ആളുകളിലേക്ക് എത്തിക്കാൻ സാധിക്കും. അപ്പൊ ഇത്രയാണ് സ്കോപ്പ് എന്ന് പറയുന്നത്. ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഇനി വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്, 5 മാർക്കിന്റെ ഒരു ഷുവർ ക്വസ്റ്റ്യൻ ആണ്. ഡിജിറ്റൽ മാർക്കറ്റിംഗും ട്രഡീഷണൽ മാർക്കറ്റിംഗ് നമ്മളെ ഡിഫറൻസ്. ഞാനൊരു 2-3 ഇമേജസ് ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ അതിലെ നിങ്ങൾക്ക് ഏറ്റവും സിമ്പിൾ ആയിട്ട് തോന്നുന്ന പോയിന്റുകൾ നിങ്ങളൊന്ന് അക്സെപ്റ്റ് ചെയ്യുക കേട്ടോ. വളരെ ഇമ്പോർട്ടന്റ് ആണ്, 5 മാർക്കിന്റെ ഷുവർ ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ആർ ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആൻഡ് ട്രഡീഷണൽ മാർക്കറ്റിംഗ്? ഞാൻ പറഞ്ഞല്ലോ, നമ്മളൊരു ഫ്ലക്സ് അടിച്ച് അല്ലെ, എന്നിട്ട് നമ്മളൊരു കോഴിക്കോട് ടൗണിൽ കൊണ്ടുപോയിട്ട് വെച്ച്, അല്ലെങ്കിൽ ഒരു നോട്ടീസ് അടിച്ച ആളുകളിലേക്ക് കൊടുത്തു, അല്ലെങ്കിൽ നമ്മൾ പത്രത്തിൽ ഒരു പരസ്യം, നമ്മുടെ സ്ഥാപനത്തെ കുറിച്ച് ഒരു പരസ്യം കൊടുത്തു, അത് ആളുകളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് അല്ലെ. ഇതൊക്കെയാണ് ട്രഡീഷണൽ മാർക്കറ്റിംഗ്. ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മോഡേൺ ഡിജിറ്റൽ ടെക്നോളജി യൂസ് ചെയ്തിട്ട് ഇപ്പൊ നമ്മൾ ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്യുന്നതും വാട്സപ്പ് ഇടുന്നതും വാട്സപ്പ് സ്റ്റാറ്റസ് ഇടുന്നതും ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യുന്നതൊക്കെ ഡിജിറ്റൽ മാർക്കറ്റിംഗിന്റെ ഭാഗമാണ്. അപ്പൊ നോക്കിയേ, ഒന്ന് കോസ്റ്റ് എഫക്റ്റീവ്, നമ്മൾ ഓൾറെഡി പറഞ്ഞു, ചെറിയ ചെലവില് ഒരുപാട് ആളുകളിലേക്ക് നമുക്ക് എന്തെത്തിക്കാം? ഡിജിറ്റൽ മാർക്കറ്റിംഗിലൂടെ ആ ഒരു കണ്ടന്റ് എത്തിക്കാം. നേരെ മറിച്ച് ട്രഡീഷണൽ മാർക്കറ്റാണ് നിങ്ങൾ എടുക്കുന്നെങ്കിൽ വെരി 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 എക്സ്പെൻസീവ് ആണ് അല്ലെ. അടുത്തത് ഡിജിറ്റൽ മാർക്കറ്റിംഗിന്റെ അടുത്തൊരു ഡിഫറൻസ്, എ ലാർജ് നമ്പർ ഓഫ് ഓഡിയൻസ്. ഒരേ സമയത്തല്ലേ നിങ്ങൾ നോക്കിയാൽ ഇൻസ്റ്റയിൽ ഒരു പോസ്റ്റ് ഇട്ടാല് വിത്തിൻ സെക്കൻഡുകൾ അല്ലെ മിനിറ്റുകളെ കൊണ്ട് എത്രയോ
ആയിരക്കണക്കിന്, പതിനായിരക്കണക്കിന്, ലക്ഷക്കണക്കിന്, മില്യൺ കണക്കിന് ആളുകളിലേക്ക് ആ ഡാറ്റ എത്തുന്നുണ്ട്. അതാണ് ലാർജ് നമ്പർ ഓഫ് ഓഡിയൻസ് അല്ലെ. ഒരേ സമയത്ത് ഒരുപാട് ഓഡിയൻസിലേക്ക് അത് എത്തുന്നുണ്ട്. എന്നാൽ ട്രഡീഷണൽ മാർക്കറ്റിംഗ് ലിമിറ്റഡ് ഓഡിയൻസ്, അധികം ആളുകളെ അല്ലെ, കുറഞ്ഞ ആളുകളെ ഉള്ളൂ. അപ്പൊ നമ്മൾ പത്രത്തിൽ പരസ്യം കൊടുക്കുകയാണെങ്കിൽ അല്ലെ, ആ പത്രം വരുന്ന ആ ഒരു ജില്ല അല്ലെങ്കിൽ ആ ഒരു സ്റ്റേറ്റ് അത്രേ ഉള്ളൂ, അവിടെ ഒതുങ്ങും അത്. നമ്മളൊരു ഫ്ലെക്സ് അടിക്കുകയാണെങ്കിൽ ആ ഫ്ലെക്സ് കാണുന്ന ആളുകൾ അല്ലെ. അപ്പൊ ലിമിറ്റഡ് ഓഡിയൻസ് ആണ് ട്രഡീഷണൽ മാർക്കറ്റിംഗിൽ ഉള്ളത്. ദെൻ വെറൈറ്റി ഓഫ് സോഴ്സസ്. ഇപ്പൊ ഡിജിറ്റൽ മാർക്കറ്റിംഗിൽ ഒരുപാട് സോഴ്സ് ഉണ്ട് അല്ലെ, നമുക്ക് തന്നെ ഒരുപാട് അറിയാം. ഇപ്പോൾ വെബ്സൈറ്റ് ആവാം, ഇൻസ്റ്റ, വാട്സപ്പ്, ഫേസ്ബുക്ക്, ട്വിറ്റർ, ഒരുപാടുണ്ട്. പക്ഷെ ട്രഡീഷണൽ മാർക്കറ്റിംഗിൽ നോൺ വേഴ്സറ്റൈൽ, ലിമിറ്റഡ് ആണ്. നമ്മുടെ സോഴ്സുകൾ ലിമിറ്റഡ് ആണ്. എല്ലായിടത്തും ഒരുപാട് സോഴ്സുകളൊന്നുമില്ല. അപ്പൊ ഈ പത്രം, ഫ്ലക്സ്, നോട്ടീസ് അങ്ങനെ ലിമിറ്റഡ് സോഴ്സുകളെ അവിടെ ഉള്ളൂ. ദെൻ അടുത്തത് ഹയർ കൺവേർഷൻ റേറ്റ് അല്ലെ. കൃത്യമായിട്ട് നമ്മൾ പറഞ്ഞു കസ്റ്റമർക്ക് എന്താണോ വേണ്ടത് അതിനനുസരിച്ച് കൺവേർട്ട് ചെയ്തിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും. എന്നാൽ എവിടെ ട്രഡീഷണൽ മാർക്കറ്റിംഗ് അത് പോസിബിൾ അല്ല, ലോ കൺവേർഷൻ റേറ്റ് ആണ്. ദെൻ മെഷറബിൾ റിസൾട്ട് നമ്മൾ ഓൾറെഡി പറഞ്ഞു അല്ലെ. നമ്മൾ ഡിജിറ്റൽ മാർക്കറ്റിംഗിൽ എത്ര ആളത് കണ്ട്, എത്ര ആൾ ലൈക്ക് ചെയ്ത്, എത്ര പേര് കൃത്യമായിട്ട് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും. എന്നാൽ ട്രഡീഷണൽ മാർക്കറ്റിംഗിൽ കനോട്ട് ബി മെഷേർഡ് അല്ലെ. ഒരു ഫ്ലക്സ് അടിച്ചിട്ട് അത് ആർക്ക് കണ്ടു നമുക്ക് നോക്കിക്കാൻ പറ്റൂലല്ലോ. അതുകൊണ്ട് തന്നെ അത് മെഷർ ചെയ്യാൻ പ്രയാസമാണ്. ദെൻ ഡിജിറ്റൽ മാർക്കറ്റിംഗിന്റെ അടുത്തൊരു കാര്യം ഇമ്മീഡിയറ്റ് കമ്മ്യൂണിക്കേഷൻ, പെട്ടെന്നായിരിക്കും അല്ലെ. അപ്പൊ നമ്മളൊരു പോസ്റ്റ് ഇട്ടു ഉടനെയാണ് അതിലെ ലൈക്കും കമന്റുകളും ഒക്കെ വിത്തിൻ സെക്കൻഡുകൾ കൊണ്ട് പെട്ടെന്ന് നമുക്ക് എന്ത് ചെയ്യാം, അതിന്റെ റെസ്പോൺസ് കിട്ടും. എന്നാൽ ട്രഡീഷണൽ മാർക്കറ്റിംഗിൽ ഡിലേ വരാറുണ്ട്. അങ്ങനെ അത്ര പെട്ടെന്നൊന്നും അതിന്റെ റെസ്പോൺസ് ഉണ്ടാവില്ല. ഇനി മറ്റൊരു ക്ലാസിഫിക്കേഷൻ കേട്ടോ, ഇത് അങ്ങനെ 2-3 ഭാഗത്തു നിന്ന് ഞാൻ എടുത്തതാണ്. അതിൽ ചിലത് റിപ്പീറ്റ് ചെയ്യൂട്ടോ, ചില പോയിന്റുകൾ റിപ്പീറ്റ് ചെയ്യും. ഞാൻ 2-3 കാണിക്കാനുള്ള കാരണം നിങ്ങൾക്ക് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ളത് നിങ്ങളെ എടുത്തോളി എന്ന് ഉദ്ദേശിച്ചാട്ടോ. ഒരു 5 പോയിന്റ് എങ്കിലും മിനിമം ഇതിൽ നിങ്ങൾ പഠിച്ചു വെക്കണേ. 5 മാർക്കിനാണ് ഇത് പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ളത്. ഒന്ന് നമ്മൾ പറഞ്ഞു, ഇത് ഓൾറെഡി നമ്മൾ പറഞ്ഞതല്ലേ, റീച്ച് ഔട്ട് മാക്സിമം നമ്പർ ഓഫ് പീപ്പിൾ അല്ലെ, ഒരുപാട് ആളുകളിലേക്ക് എത്തിക്കും. ഇവിടെ ലിമിറ്റഡ് ഓഡിയൻസ്. ഡിജിറ്റൽ മാർക്കറ്റിംഗിൽ അടുത്ത് മാർക്കറ്റിംഗ് ടാർഗറ്റഡ് അറ്റ് പർട്ടിക്കുലർ ക്ലയന്റ്. ഇത് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടില്ലേ, ഏതെങ്കിലും ഒരാൾ, പേഴ്സണലൈസേഷൻ എന്നൊക്കെ നമ്മൾ അതിന് യൂസ് ചെയ്തിട്ടുണ്ട്. ഏതെങ്കിലും ഒരു കസ്റ്റമർ മാത്രം നമുക്ക് ടാർഗറ്റ് ചെയ്യാൻ പറ്റും. എവിടെ? ഡിജിറ്റൽ മാർക്കറ്റിംഗിൽ. എന്നാൽ ട്രഡീഷണൽ മാർക്കറ്റിംഗ് അങ്ങനെ കഴിയൂല, ഒന്നിച്ച ഒരു കാര്യം കൊടുക്കലാണ്. കൃത്യമായിട്ട് ഓരോ ക്ലയന്റിനെ അല്ലെങ്കിൽ ഓരോ ഓഡിയൻസിനെ നമുക്ക് ടാർഗറ്റ് ചെയ്യാൻ സാധിക്കില്ല. ഇനി അടുത്ത് ഫ്ലെക്സിബിൾ ആണ്. ഡിജിറ്റൽ മാർക്കറ്റിന്റെ പ്രത്യേകത ഫ്ലെക്സിബിൾ ആണ്. നമുക്ക് സാഹചര്യങ്ങൾക്കനുസരിച്ച് ഇങ്ങനെ മാറ്റി കൊടുക്കാൻ പറ്റും അല്ലെ, ചേഞ്ചസ് വരുത്താൻ പറ്റും. നമ്മളൊരു പോസ്റ്റ് ഇട്ടാണെങ്കിലും അത് പിൻവലിച്ചിട്ട് പുതിയൊരു പോസ്റ്റർ ആക്കി മാറ്റാൻ പറ്റും. അല്ലെങ്കിൽ ഒരു റീൽസ് ഇട്ടാണെങ്കിൽ അത് എഡിറ്റ് ചെയ്തിട്ട് വീണ്ടും നമുക്ക് എന്ത് ചെയ്യാം, പുതിയ സാധനങ്ങളാക്കി കൊടുക്കാൻ പറ്റും. എന്നാൽ ട്രഡീഷണൽ മാർക്കറ്റിംഗ് വൺസ് പബ്ലിഷ് ഇറ്റ് കനോട്ട് ബി ആൾട്ടർഡ് അല്ലെ. നിങ്ങൾ വലിയൊരു ഫ്ലെക്സ് അടിച്ച് പിന്നെ പോയിട്ട് അത് മാറ്റല് പോസിബിൾ അല്ല, ആ ഫ്ലെക്സിൽ മാറ്റല് പോസിബിൾ അല്ല. അപ്പോൾ ട്രഡീഷണൽ മാർക്കറ്റിംഗിൽ എന്തില്ല, ആൾട്ടർ ചെയ്യാനോ എഡിറ്റ് ചെയ്യാനോ ഒന്നും കഴിയില്ല. ദെൻ കമ്മ്യൂണിക്കേഷൻ റിയൽ ടൈം. ഈ ലോകവുമായിട്ടാണ് എന്ത് ചെയ്യുന്നത്, സംസാരിക്കുന്നത് അല്ലെ. ഇപ്പോ പുതിയൊരു ഇൻസിഡന്റ് വന്നു, അത് ബേസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, ഇൻസ്റ്റയിലും മറ്റൊക്കെ പോസ്റ്റ് ചെയ്യുന്നത്. അതാണ് റിയൽ ടൈം. ഇപ്പൊ എന്താണോ അതിനനുസരിച്ചാണ് അവിടെ നമ്മൾ ഡാറ്റാസ് കൊടുക്കുന്നത്. എന്നാൽ ട്രഡീഷണൽ മാർക്കറ്റിംഗിൽ എന്ത് ചെയ്യുക, ഡിലേ ആണ്, കുറെ ഗ്യാപ്പ് വരുന്നുണ്ട്. ഇനി മറ്റൊരു ക്ലാസിഫിക്കേഷനും കൂടെ ഞാൻ അങ്ങനെ 2-3 പോസ്റ്റ് വെച്ചതാണ്. ചിലപ്പോൾ സെയിം പോയിന്റുകൾ റിപ്പീറ്റ് ചെയ്യട്ടോ, നോക്കാം കേട്ടോ. മറ്റൊരു ക്ലാസിഫിക്കേഷൻ നോക്കുകയാണെ, ട്രഡീഷണൽ മാർക്കറ്റിംഗ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ്. ട്രഡീഷണൽ യൂസ് ട്രഡീഷണൽ മീഡിയ. ഇത് എവിടെയും പറഞ്ഞിട്ടില്ല, ഈ ഒരു പോയിന്റ് ഇതിൽ മാത്രമുള്ളതാണ്, ഒന്ന് നോട്ട് ചെയ്ത് നോക്കാം കേട്ടോ. ട്രഡീഷണൽ മീഡിയാസ് ആണ് യൂസ് ചെയ്യുന്നത്, അഥവാ മാഗസിൻ, ന്യൂസ് പേപ്പർ, ബിൽ ബോർഡ് അല്ലെ. അങ്ങനെ ട്രഡീഷണൽ മെത്തേഡുകളാണ് അല്ലെങ്കിൽ ട്രഡീഷണൽ പ്ലാറ്റ്ഫോമുകളാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. എന്നാൽ ഡിജിറ്റൽ മാർക്കറ്റിംഗിൽ ഏറ്റവും മോഡേൺ മെത്തേഡ് അഥവാ വെബ്സൈറ്റ്, സോഷ്യൽ മീഡിയ, ഇമെയിൽ, അങ്ങനെ ഏറ്റവും മോഡേൺ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗിൽ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇനി ഈ ഒരു പോയിന്റ് എവിടെയും പറഞ്ഞിട്ടില്ല, നോ ഡയറക്റ്റ് ഇന്ററാക്ഷൻ അല്ലെ. ട്രഡീഷണൽ മാർക്കറ്റിംഗിൽ കസ്റ്റമേഴ്സുമായിട്ട് ഡയറക്റ്റ് ഇന്ററാക്ഷൻ ഉണ്ടാവുന്നില്ല. നിങ്ങൾ ആലോചിച്ച് ഒരു ഫ്ലക്സ് അടിച്ച്, ആ ഫ്ലക്സ് അടിച്ച ആളും അത് കാണുന്ന ആളും തമ്മിൽ ഒരു ഇന്ററാക്ഷനും ഇല്ല അല്ലെ, ഒരു ഡയറക്റ്റ് ഇന്ററാക്ഷൻ അവിടെ ഉണ്ടാകുന്നില്ല. എന്നാൽ നമുക്കറിയാം ഡിജിറ്റൽ മാർക്കറ്റിംഗിൽ കൃത്യമായിട്ട് കസ്റ്റമർ നമുക്ക് ടാർഗറ്റ് ചെയ്യാൻ പറ്റും, കസ്റ്റമറുമായിട്ട് ഇന്ററാക്ട് ചെയ്യാനും കഴിയും അല്ലെ. അവർ ഇപ്പൊ നമ്മളെ വെബ്സൈറ്റിൽ അവർ ചോദിക്കുകയാണ് ചില ചോദ്യങ്ങൾ അല്ലെ, ഈ പ്രോഡക്റ്റ് അതിന് അതിന്റെ റേറ്റിനെ കുറിച്ച് അല്ലെങ്കിൽ അതിന്റെ ക്വാളിറ്റിയെ കുറിച്ചൊക്കെ നമ്മളോട് ചോദിക്കുകയാണെങ്കിൽ കൃത്യമായിട്ട് ആ കസ്റ്റമേഴ്സ് നമുക്ക് മറുപടി പറയാനും പറ്റും. എവിടെ? ഡിജിറ്റൽ മാർക്കറ്റിംഗിൽ അല്ലെ. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഇപ്പൊ നമ്മള് ഇൻസ്റ്റയിലൊക്കെ പോസ്റ്റ് ചെയ്താൽ ഒരു കമന്റ് ചെയ്യും, ആ കമന്റിന് മറുപടി ആയിട്ട് അവർ കൃത്യമായിട്ട് അതിന്റെ മറുപടികൾ തരാറുണ്ട്. അങ്ങനെ ഓരോ കസ്റ്റമറുമായിട്ട് ഇന്ററാക്ട് ചെയ്യാൻ എവിടെ പറ്റും? ഡിജിറ്റൽ മാർക്കറ്റിംഗിൽ സാധിക്കും. ഇതിനടുത്തത് ഡിഫിക്കൽട്ട് ടു മെഷർ മാർക്കറ്റിംഗ് എഫേർട്ട് അല്ലെ. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞതാണ് അല്ലെ, മെഷർ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്, എന്നാൽ ഇവിടെ ഈസി ആയിട്ട് മെഷർ ചെയ്യാൻ പറ്റും.
then more impactful. ഈ ട്രഡീഷണൽ മാർക്കറ്റിംഗിൽ ഒരു ഇമ്പാക്ട് ഉണ്ടാക്കാൻ പറ്റും. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. ഓക്കെ, ഒരു ഡൗട്ട് ചോദിച്ചോളൂ. പറയുമ്പോ നമ്മൾ ഈ പറയുന്ന ഫ്ലെക്സും നോട്ടീസും മാത്രമല്ലല്ലോ, നമ്മളിപ്പോ ഒരു ആളിപ്പോ നേരിട്ട് ഒരു കസ്റ്റമറെ സമീപിച്ചിട്ട് ക്യാൻവാസ് ചെയ്യുന്നതിന് മാർക്കറ്റിംഗ്, ട്രഡീഷണൽ മാർക്കറ്റിംഗിൽ പെടില്ലേ? തീർച്ചയായിട്ടും, അതെ. അപ്പൊ അത് അപ്പൊ പിന്നെ നോ ഡയറക്റ്റ് ഇന്ററാക്ഷൻ അതിനകത്ത് വരില്ലല്ലോ. ഇപ്പൊ സപ്പോസ് ഒരു ഇൻഷുറൻസ് ഏജന്റ് ഒരു കസ്റ്റമറെ ക്യാൻവാസ് ചെയ്യാനായിട്ട്, അത് മാർക്കറ്റിംഗ് ആണ്. അപ്പൊ അതിനകത്ത് ഇന്ററാക്ഷൻ വരുന്നുണ്ട്. കസ്റ്റമറെ നേരിട്ട് അപ്രോച്ച് ചെയ്യുന്നതും ഡിജിറ്റൽ എന്ന് പറയാൻ പറ്റില്ല, നേരിട്ട് ക്യാൻവാസ് ചെയ്യുന്നതാണ്. അപ്പൊ അത് ഡയറക്റ്റ് ഇന്ററാക്ഷൻ വരുന്നുണ്ട് കസ്റ്റമറായിട്ട്. നല്ലൊരു ചോദ്യം കേട്ടോ. ഫേസ് ടു ഫേസ് കസ്റ്റമറുമായിട്ട്, ഇപ്പൊ നമ്മളെ വീട്ടിലൊക്കെ ചിലപ്പോൾ ഒരു ബാഗൊക്കെ തൂക്കിയിട്ട് ഒരാൾ വരും അല്ലെ, എന്നിട്ട് അവരുടെ പ്രൊഡക്റ്റ് നേരിട്ട് നമ്മളെ പരിചയപ്പെടുത്തും. സത്യത്തിൽ അത് തന്നെയാണ് ട്രഡീഷണൽ മാർക്കറ്റിംഗിന്റെ ഭാഗം തന്നെയാണ്. അപ്പൊ അവിടെ നമുക്ക് ഒരു എക്സെപ്ഷൻ പറയാം, അവിടെ ഡയറക്റ്റ് ഇന്ററാക്ഷൻ ഉണ്ടല്ലോ എന്നുള്ളത്. കോമൺ ആയിട്ടുള്ള ഒരു കാര്യമാണ് ട്രഡീഷണൽ മാർക്കറ്റിംഗിൽ എന്തില്ല, ഡയറക്റ്റ് ഇന്ററാക്ഷൻ ഇല്ല എന്നത്. ഇങ്ങനെ എക്സെപ്ഷൻ കേസുകൾ ഉണ്ട്, അത് നമ്മൾ എന്ത് ചെയ്യണില്ല, നമ്മൾ ജനറൽ ആയിട്ട് പറയുമ്പോൾ അത് മെയിൻ ചെയ്യില്ല. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഇപ്പൊ ഡിജിറ്റൽ മാർക്കറ്റിംഗിൽ എല്ലാത്തിനും ഏത് പറ്റൂല, ഈ കസ്റ്റമർ ഇന്ററാക്ഷൻ പറ്റൂല അല്ലെ. ഇപ്പോ ചില നമ്മള് വെബ്സൈറ്റിലൊക്കെ ചില പോസ്റ്റ് ഇട്ടാൽ നമുക്ക് അങ്ങോട്ട് ചോദിക്കാനുള്ള ഓപ്ഷൻ ഉണ്ടാവില്ല. ചില ആപ്പുകളിൽ നമുക്ക് കസ്റ്റമർക്ക് അങ്ങോട്ട് ചോദിക്കാനുള്ള ഓപ്ഷൻ ഉണ്ടാവില്ല, സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവുള്ളൂ, എന്തില്ല, ഇന്ററാക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവില്ല. അങ്ങനെ എക്സംഷൻ കേസുകൾ രണ്ട് ഭാഗത്തുണ്ട്, അത് നമ്മൾ നോക്കില്ല. നമ്മളിവിടെ ഡിഫറൻസ് പറയുമ്പോൾ ഒരു ജനറലൈസ് ചെയ്തിട്ടേ അവിടെ പറയുള്ളൂ, അത്രേ ഉള്ളൂ. അയാൾ പറഞ്ഞത് കറക്റ്റ് ആണ്, പക്ഷെ നമ്മളൊരു ജനറലൈസ് ചെയ്തിട്ടേ ഈ കാര്യങ്ങൾ ഇവിടെ പറയുന്നുള്ളൂ എന്ന് മാത്രം കേട്ടോ. അപ്പൊ ഇനി അടുത്തൊരു പോയിന്റ് ക്ലിയർ ആയില്ലേ? ഓക്കെ, റെഡി. ഇമ്പാക്റ്റ് കൂടുതൽ ഉണ്ടാക്കും. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ട്രഡീഷണൽ ഇപ്പൊ പത്രത്തില് ഫ്രണ്ട് പേജിൽ തന്നെ നമ്മളൊരു സ്ഥാപനം ഉണ്ട്, അതിന്റെ ഇനാഗുറേഷന് പത്രത്തിൽ ഫ്രണ്ട് പേജിൽ തന്നെ കൊടുത്താൽ വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കും അല്ലെ, പെട്ടെന്ന് എല്ലാവരും അറിയും. എവിടെ? ട്രഡീഷണല്. പക്ഷെ ഇവിടെ പലപ്പോഴും ഡിജിറ്റൽ മാർക്കറ്റിംഗ് ടാർഗറ്റഡ് കസ്റ്റമേഴ്സിനെ മാത്രമേ നമ്മൾ ഫോക്കസ് ചെയ്യുന്നുള്ളൂ. എല്ലാവരെയും എന്നുള്ള സാധനമല്ല, അതിനപ്പുറത്തെ ടാർഗറ്റ് കസ്റ്റമേഴ്സിനെ ഫോക്കസ് ചെയ്യുക എന്നുള്ളതാണ് പലപ്പോഴും ഡിജിറ്റൽ മാർക്കറ്റിംഗിൽ ചെയ്യുന്നത്. ഇനി ട്രഡീഷണൽ മാർക്കറ്റിംഗിൽ പ്രൊവൈഡ് കസ്റ്റമർ വിത്ത് ഫിസിക്കൽ പ്രൊമോഷൻ മെറ്റീരിയൽ. ഫിസിക്കൽ മെറ്റീരിയൽസ്, അതാണ് നേരത്തെ പറഞ്ഞ നമ്മളെ മാഗസീനും ന്യൂസ് പേപ്പറും ബിൽ ബോർഡും ഒക്കെ, അഥവാ ഫിസിക്കലായിട്ട് കസ്റ്റമർക്ക് കാണാൻ പറ്റുന്ന കാര്യങ്ങൾ വെച്ചിട്ടാണ് ട്രഡീഷണൽ മാർക്കറ്റിംഗ് ചെയ്യാറുള്ളത്. എന്നാൽ ഡിജിറ്റൽ മാർക്കറ്റിംഗിൽ അങ്ങനെ ഫിസിക്കൽ അല്ലെങ്കിൽ പെർമനന്റ് ഫിസിക്കൽ അല്ല, മറിച്ച് ഡിജിറ്റലായിട്ട്, അഥവാ നമ്മുടെ സോഷ്യൽ മീഡിയകളും അതുപോലെ തന്നെ മറ്റു പ്ലാറ്റ്ഫോമുകളൊക്കെ യൂസ് ചെയ്തിട്ടാണ് അവിടെ അങ്ങനെ സാധനം അവിടെ ഫിറ്റ് ചെയ്യല്ല, മറിച്ച് അങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കോൺസെപ്റ്റാണ് അവിടെ വരുന്നത്, ഡിജിറ്റൽ മാർക്കറ്റിംഗിൽ വരുന്നത്. ഇനി ഈ ഒരു പോയിന്റ് നമ്മൾ വിട്ടുപോയിട്ടുണ്ട്. ട്രഡീഷണൽ മാർക്കറ്റിംഗ് പെർമനന്റ് ആണ്, സ്ഥിരമാണ്. എന്നാൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് പെർമനന്റ് അല്ല, അഥവാ ചേഞ്ചിങ് ആണ്, മാറ്റം വന്നുകൊണ്ടേ ഇരിക്കാറുണ്ട്. പിന്നെ ഇവിടെ പറഞ്ഞു നമുക്ക് ട്രഡീഷണൽ മാർക്കറ്റിംഗ് എക്സ്പെൻസീവ് ആണ്, ഇവിടെ കോസ്റ്റ് എഫക്റ്റീവ് ആണ്, അഥവാ ചെലവ് കുറവാണ് എന്നുള്ളത്. ഓക്കെ, അപ്പോ ഇതാണ് ഡിഫറൻസ്. ഞാൻ 2-3 ഓപ്ഷൻസ് വെച്ചിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു 5, 6, 7 പോയിന്റുകളൊക്കെ വെച്ചിട്ട് അല്ലെ, ഇപ്പോ കോസ്റ്റ് എഫക്റ്റീവ്, എക്സ്പെൻസീവ്, ഇതൊക്കെ സിമ്പിൾ ആണ് അല്ലെ. ലാർജ് നമ്പർ ഓഫ് ഓഡിയൻസ്, ലിമിറ്റഡ് ഓഡിയൻസ്, അങ്ങനെ ഈ ഒരു 3 കാര്യങ്ങൾ നോക്കിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ഏറ്റവും സിമ്പിൾ ആയിട്ട് തോന്നിയുള്ള ഡാറ്റാസ് വെച്ചിട്ട് ഒരു നോട്ട് നിങ്ങൾ സെറ്റ് ചെയ്യുക കേട്ടോ. ഇനി ഇത്രേ ഉള്ളൂ ഫസ്റ്റ് ചാപ്റ്റർ. അപ്പൊ ഇതിൽ ഇനി ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസും കൂടെ ഒന്ന് ഡിസ്കസ് ചെയ്യാം. 1 മാർക്കിനോ 2 മാർക്കിനോ ചോദിക്കാൻ സാധ്യതയുള്ളത് വാട്ട് ഈസ് ഡിജിറ്റൽ മാർക്കറ്റിംഗ്, വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്. എന്താണ് എന്നുള്ളത് ഒരു ചോദ്യം ഉണ്ടാവും. 5 മാർക്കിന് ഈ ഒരു ചാപ്റ്റർ നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നത്, ഒന്ന് ഞാൻ പറഞ്ഞു ഇമ്പോർട്ടൻസ് ഓഫ് ഡിജിറ്റൽ മാർക്കറ്റിംഗ്, അല്ലെങ്കിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗും ട്രഡീഷണൽ മാർക്കറ്റിംഗും തമ്മിലുള്ള ഡിഫറൻസ് നമ്മൾ ആ കോളം വെച്ച് എഴുതിയത് 5 മാർക്കിന്. 10 മാർക്കിന് അവിടെ കൊടുത്തിട്ടുള്ളത് സ്കോപ്പ് ഓഫ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആണ്. സ്കോപ്പ് 10 മാർക്കിന് ചോദിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ എന്ത് ചെയ്യാം 5 മാർക്കിനും ചോദിക്കാൻ സാധ്യത ഉണ്ട്. ഇത്രയാണ് ഈ ചാപ്റ്ററിന് ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത്. പിന്നെ അത്ര മൈൻഡ് ചെയ്യണ്ട എന്ന് ഞാൻ പറയാനുള്ളത് ഇവാലുവേഷൻ ആണ്. ഇവാലുവേഷൻ ചോദിക്കാൻ സാധ്യത കുറവാണ്, ചോദിക്കില്ല എന്ന് പറയാൻ പറ്റൂല, പക്ഷെ സാധ്യത കുറവാണ്. ഇത്രയാണ് ഈ ചാപ്റ്ററിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓക്കെ, ക്ലിയർ അല്ലേ? ഇന്നത്തെ ക്ലാസ് ഓക്കെ അല്ലേ? ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്താണ്. ഓക്കെ ആണ് അല്ലേ? യെസ്. ഓക്കെ, അപ്പൊ നമുക്ക് തൽക്കാലം